السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. صلى الله على نبينا محمد وآله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ തഖ്വ ചെയ്ത് സൂക്ഷ്മതയാർന്ന ക്രമവും ചിട്ടയുമുള്ള ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. മരിക്കുവോളം അള്ളാഹുവിന്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കാനും അതിനെ പിന്തുടരാനും ബാത്തുല് ബാത്തുലാണെന്നറിഞ്ഞ് അതിനെ വർജിക്കാനും അള്ളാഹു നമുക്ക് നല്ല തൗഫീക്ക് നൽകട്ടെ. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പ്രണയത്തിന്റെ ധാരാളം അപകടങ്ങളെ സംബന്ധിച്ച്, അത് മുഖേനയുണ്ടാകുന്ന കുഴപ്പങ്ങളെ സംബന്ധിച്ച് വിശദീകരിച്ചു. എന്നിട്ട് അവസാനമായി മുസന്നിഫ് പറയുകയാണ്, ഫഇൻ ഖീൽ, ഇനി ഒരാൾ ചോദിക്കുകയാണ്, ഖദ് ദക്കർതും ആഫാത്തിൽ ഇഷ്ഖി വമദാറഹു വമഫാസിദ, നിങ്ങൾ പ്രണയത്തിന്റെ ആപത്തുകളെ കുറിച്ച് പറയുകയുണ്ടായി, അത് മുഖേനയുണ്ടാകുന്ന അപകടങ്ങൾ, കുഴപ്പങ്ങൾ, ഇതിനെ സംബന്ധിച്ച് ധാരാളം വിവരിച്ചു. എന്നാൽ ഫഹല്ല ദക്കർതും മനാഫിഅഹു വഫവായിദഹു അല്ലതി മിൻ ജുംലതിഹ, എന്തുകൊണ്ടാണ് നിങ്ങൾ അതിന്റെ നേട്ടങ്ങളെ സംബന്ധിച്ച്, അതിന്റെ ഗുണങ്ങളെ സംബന്ധിച്ച് പറയാത്തത് എന്നാരെങ്കിലും ചോദിച്ചാൽ, അങ്ങനെ പറയുന്ന അതിന് നേട്ടങ്ങളുണ്ട് എന്ന് പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ നിരത്തുന്ന കുറെ നേട്ടങ്ങൾ ഇവിടെ മുസന്നിഫ് കൊണ്ടുവരുന്നുണ്ട്. അവരുടെ വാദപ്രകാരം പ്രണയിച്ചാൽ ഉണ്ടാകുന്നതായ ഗുണങ്ങൾ ഇന്നതിന്നതെല്ലാമാണ് എന്ന് പറയുന്ന ചില വാക്യങ്ങൾ പ്രണയം തലക്ക് പിടിച്ച ആളുകളിൽ നിന്ന് ഉദ്ധരിക്കുന്നുണ്ട്. ഇവിടെ ചില കാര്യങ്ങൾ ചില മഹാന്മാരായ പണ്ഡിതന്മാരെ സംബന്ധിച്ച് അവരിലേക്കും ചേർത്തു പറയുന്നുണ്ട്. അതാകട്ടെ അവരുടെ മേൽ ആരോപിക്കപ്പെട്ടിരിക്കുന്ന കളവാണ് എന്ന് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ തന്നെ അദ്ദേഹത്തിന്റെ റൗദത്തുൽ മുഹിബ്ബീനിൽ വിശദീകരിക്കുന്നുണ്ട്. അപ്പോ ഇതിൽ പറയപ്പെടുന്ന കാര്യങ്ങൾ വസ്തുതാ വിരുദ്ധമായ പല കാര്യങ്ങളാണ്. ചില നേട്ടങ്ങളെ സംബന്ധിച്ച് അവർ പറയുന്ന ആ വാദത്തെ ചിലതിനെ നമുക്ക് വായിക്കാം. മുസന്നിഫ് പറയുകയാണ്, അങ്ങനെ പറയുന്ന ആളുകളുടെ വാദപ്രകാരം ഇത് പ്രണയം റിഖത്തു തബഅ, സൗമ്യത ഉണ്ടാക്കാൻ കാരണമാകും. വതർവീഹുൻ നഫ്സി വഖിഫതുഹ, മനസ്സിന് ആശ്വാസം നൽകാൻ, അതിന്റെ ഭാരം കുറയ്ക്കാൻ. വസവാലു സിഖലിഹ വരിയാദതുഹ, അതിനൊരു പരിശീലനവും അതേപോലെ തന്നെ അതിന്റെ ഭാരം എടുത്തു നീക്കാനെല്ലാം സാധിക്കും. വഹംലുഹ അലാ മകാരിമിൽ അഖ്ലാഖി, ചിലപ്പോ ചില നല്ല ഗുണങ്ങൾക്ക് അത് പ്രേരിപ്പിക്കും, സ്വഭാവങ്ങൾക്ക്. മിന ഷജാഅ, ധീരത ഉണ്ടാക്കാൻ ഒരാളെ സഹായിക്കും. വൽ കറമി, ഉദാരനാക്കും ചിലപ്പോ മനുഷ്യന്മാരെ. വൽ മുറുഅത്തി വരിഖത്തിൽ ഹാഷിയത്തി വലുത്തുഫിൽ ജാനിബ്, അതേപോലെ ചിലപ്പോൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം മുറുഅത്തുണ്ടാക്കും, ചരിത്രശുദ്ധി, നനുത്ത നല്ല സ്വഭാവത്തിനുടമയാക്കി തീർക്കും, ഹൃദയസ്പർശിയായിട്ട് പെരുമാറാനുള്ള, ഇങ്ങനെ പറഞ്ഞ് ധാരാളം കഥകൾ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. ചില നേട്ടങ്ങൾ ഇവർ പറയുന്നുണ്ട്.
വേറെ ചില ഉദ്ധരണികളുടെ ശൈലി ഇങ്ങനെയാണ്. യഹ്യ ഇബ്നു മുആദ് അർ-റാസിയോട് പറയപ്പെട്ടു, താങ്കളുടെ ഇന്നബനക ഖദ് ആശിക ഫുലാന, താങ്കളുടെ മകൻ ഒരു സ്ത്രീയുമായിട്ട് പ്രണയത്തിലായിരിക്കുന്നു. അപ്പോ അദ്ദേഹം പറഞ്ഞു അത്രേ, അൽഹംദുലില്ലാഹില്ലദീ സ്വയ്യറഹു ഇലാ തബ്ഇൽ ആദമി, മനുഷ്യ പ്രകൃതിയിലേക്ക് അവനെ പരിവർത്തിപ്പിച്ച അള്ളാഹുവിന് സ്തുതി എന്ന് അദ്ദേഹം പറഞ്ഞുവെന്ന് ഒരു ഉദ്ധരണി. ഇങ്ങനെ തുടങ്ങി പല മഹാന്മാരിലേക്കും ചേർക്കുന്ന രീതിയിലുള്ള പല ഉദ്ധരണികളും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ പറയുന്നുണ്ട്. അതേപോലെ ആളുകളുടെ ഭീരുത്വമില്ലാതെയാക്കി തീർക്കും, ബുദ്ധിശൂന്യരായ ആളുകളുടെ ബുദ്ധിക്ക് കൂർമ്മത ഉണ്ടാക്കും, പിശുക്കന്മാരായ ആളുകളുടെ പണം ചെലവഴിക്കാനിടയാക്കും. ഇങ്ങനെ തുടങ്ങി വ്യത്യസ്തങ്ങളായ ഫായദകൾ പറയുന്നുണ്ട്. ഈ ഭാഗം ഈ ഗ്രന്ഥം വിശദീകരിക്കുന്നിടത്ത് പല ഉലമാക്കളും എന്ത് ചെയ്യുന്നില്ല, ഈ ഭാഗങ്ങൾ വിവരിക്കാൻ അവർ കൂട്ടാക്കിയിട്ടില്ല. കാരണം അത് കൂടുതലും വ്യാജമായ ഗുണങ്ങളാണ് പറയുന്നത് എന്ന് മാത്രമല്ല പലതും എന്ത് ചെയ്യുന്നുണ്ട്, പലരെ സംബന്ധിച്ചും അവരുടെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതാണ്, പല ഉലമാക്കളെ സംബന്ധിച്ചുമല്ല. അതുകൊണ്ട് തന്നെ അതിനെ ഈ ഭാഗം വിശദീകരിക്കാൻ പല ഉലമാക്കളും എന്ത് ചെയ്തിട്ടില്ല, ഇതിനെ ഷറഹ് ചെയ്തവർ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചില നേട്ടങ്ങൾ എന്ന് പറയപ്പെടുന്ന പല കാര്യങ്ങളും ഇവിടെ ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. അതിന് മറുപടിയായി അവസാനം മുസന്നിഫ് പറയുകയാണ്, ഫൽ ജവാബ്, അതിനെല്ലാമുള്ള ഉത്തരം, വബില്ലാഹി തൗഫീഖ്, അള്ളാഹുവിന്റെ തൗഫീഖിനെ തേടിക്കൊണ്ട്, അന്നൽ കലാമ ഫീ ഹാദൽ ബാബി, ഈ അധ്യായത്തിലുള്ളതായ സംസാരം, അതിനെക്കുറിച്ചുള്ള വിഷയം, ലാ ബുദ്ദ ഫീഹി മിന തംയീസ് ബൈനൽ വാഖിഇ വൽ ജായിസ്, അനിവാര്യമായും ഇവിടെ യാഥാർത്ഥ്യത്തെയും അതേപോലെ തന്നെ അനുവദിക്കപ്പെട്ട കാര്യത്തെയും വേർപെടുത്തേണ്ടതുണ്ട്. വന്നാഫിഇ വദ്ദാർ, ഇതിലുള്ള പ്രയോജനങ്ങളെയും ഉപദ്രവങ്ങളെയും വേർപെടുത്തേണ്ടതുണ്ട്. പ്രയോജനകരമായ സ്നേഹം, ഉപദ്രവകരമായ സ്നേഹം. വലാ യുസ്ജലു അലൈഹി ബിദ്ദമ്മി വൽ ഇൻകാരി വലാ ബിൽ മദ്ഹി വൽ ഖബൂലി മിൻ ഹൈസുൽ ജുംല, ഒറ്റയടിക്ക് ഇത് എന്താണ് ആക്ഷേപാർഹമാണ്, എതിർക്കപ്പെടേണ്ടതാണെന്നോ അല്ലെങ്കിൽ സ്തുത്യാർഹമാണ്, സ്വീകരിക്കപ്പെടേണ്ടതാണോ എന്നോ പറയാവതല്ല. സ്നേഹത്തിന്റെ കാര്യമാണ് പറയുന്നത്. വഇന്നമാ യതബയ്യനു ഹുക്മുഹു വയൻകശിഫു അംറുഹു ബിദിക്രി മുതഅല്ലിഖിഹി, അതിന്റെ വിധി എന്താണ് എന്ന് വ്യക്തമാകുന്നത്, അത് അനുവദിക്കപ്പെട്ടതാണോ നിഷിദ്ധമാണോ എന്ന് വ്യക്തമാകുന്നത്, അതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് പ്രകടമാവുക അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച് എന്ത് ചെയ്യുമ്പോഴാണ്, വിശദീകരിക്കുമ്പോഴാണ്, പറയുമ്പോഴാണ്. അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളെ പറയാതെ കേവലം അതിനെ മാത്രം പറയുന്ന സന്ദർഭത്തിൽ അത് സ്തുത്യർഹമായതുമല്ല, എന്നാൽ ആക്ഷേപാർഹമായതുമല്ല. അപ്പൊ അതുമായി ബന്ധപ്പെട്ട അതിന്റെ അനുബന്ധങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോഴാണ് അതിന്റെ വിധി എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ, പറയാൻ സാധിക്കുകയുള്ളൂ. എന്നിട്ട് ഇമാം അവർ പറയുന്നു, വനഹനു നദ്കുറു നാഫിഅ മിനൽ ഹുബ്ബി, സ്നേഹത്തിൽ നിന്ന് പ്രയോജനം നൽകുന്നതായ ഉപകാരപ്രദമായതിനെ നാം പറയുകയാണ് ഇവിടെ. വദ്ദാറ വൽ ജായിസ വൽ ഹറാം, അതേപോലെ ഉപദ്രവകരമായത്, അനുവദിക്കപ്പെട്ടത്, നിഷിദ്ധമായതിനെ നാം ഇവിടെ എന്ത് ചെയ്യാൻ പോവാണ്, വിവരിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുസന്നിഫ് പറയുന്നു, ഇഅലം, നീ അറിയണം, അന്ന അൻഫഅ അൽ മഹബ്ബ, പേജ് നമ്പറാണോ നോക്കണേ, ഷെയ്ഖ് ഫൗസാന്റെ 778. ഇഅലം അന്ന അൻഫഅ അൽ മഹബ്ബ അലൽ ഇത്ലാഖ്, നിരുപാധികം പറയട്ടെ, ഏറ്റവും ഉപകാരപ്രദമായ സ്നേഹം എന്നുള്ളത്, വഔജബഹ, മാത്രമല്ല അനിവാര്യമായിട്ടും ഉണ്ടായിത്തീരേണ്ടത്, വഅലഹ, ആ സ്നേഹത്തിൽ നിന്ന് ഏറ്റവും ഉന്നതമായത്, വഅജല്ലഹ, അതിലേറ്റവും മഹത്വമേറിയത്. അപ്പോ നിരുപാധികം പറയുകയാണ് ഇമാം അവറുകൾ, സ്നേഹത്തിൽ ഏറ്റവും ഉപകാരപ്രദമായത്, അതിൽ നിർബന്ധമായും ഉണ്ടാകേണ്ട ഏറ്റവും ഉന്നതമായ മഹത്വമേറിയ സ്നേഹം എന്ന് പറയുന്നത് മഹബ്ബത്തു മൻ ജുബിലത്തിൽ ഖുലൂബു അലാ മഹബ്ബതി, ഒരാളെ സ്നേഹിക്കലാണ്. എങ്ങനെയുള്ള ഒരാളാണ് അവൻ? ജുബിലത്തിൽ ഖുലൂബു അലാ മഹബ്ബതി, അവനോടുള്ള സ്നേഹത്തെ ഹൃദയങ്ങളിൽ അനിവാര്യമാക്കപ്പെട്ടിരിക്കുന്നു. അവനോടുള്ളതായ സ്നേഹം മനുഷ്യപ്രകൃതമാണ്, ഹൃദയത്തിന്റെ പ്രകൃതം തന്നെ
സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അവനോടുള്ളതായ സ്നേഹത്തിന്റെ മേലാണ്. വഫുത്തിറത്തിൽ ഖലീഖത്തു അലാ തഅല്ലുഹി, സൃഷ്ടികളെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അവനെ ഇബാദത്ത് ചെയ്യുന്നതിന്റെ മേലാണ്, അതിനു വേണ്ടിയിട്ടാണ്. വബിഹാ ഖാമത്തിൽ അർദു വസ്സമാവാത്ത്, അവനോടുള്ള സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആകാശഭൂമികൾ തന്നെ നിലകൊള്ളുന്നത്. വഅലൈഹാ ഫുത്തറത്തിൽ മഖ്ലൂഖാത്ത്, അതിന്റെ അടിസ്ഥാനത്തിലാണ് സകല സൃഷ്ടികളും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. വഹിയ സിർറു ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സത്യ സാക്ഷ്യവചനത്തിന്റെ രഹസ്യം. അതാണ് നേരത്തെ വിവരിച്ചതാണ്. മില്ലത്തു ഇബ്രാഹിമിനെ കുറിച്ച് പറഞ്ഞപ്പോ വിശദമായി പറഞ്ഞതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അടിസ്ഥാനം തന്നെ, അതിന്റെ രഹസ്യം തന്നെ ഈ സ്നേഹത്തിന്റെ മേലാണ് നിലകൊള്ളുന്നത്. ഫഇന്നൽ ഇലാഹ ഹുവല്ലദീ തഅലഹു അൽ ഖുലൂബു ബിൽ മഹബ്ബത്തി വൽ ഇജ്ലാൽ. ഇലാഹ് എന്ന് പറഞ്ഞാൽ ആരാണ്? ആരാധ്യൻ, യഥാർത്ഥത്തിലുള്ള ആരാധ്യൻ എന്ന് പറയുന്നത് അല്ലദീ തഅലഹുൽ ഖുലൂബു ബിൽ മഹബ്ബത്തി വൽ ഇജ്ലാൽ, ഹൃദയങ്ങൾ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ഏതൊന്നിനെ ഇബാദത്ത് ചെയ്യുന്നുവോ അതിനാണ് ഇലാഹ് എന്ന് പറയുക. ഹൃദയത്തിൽ സ്നേഹമുണ്ടാകുമ്പോൾ, സ്നേഹത്തോടുകൂടെ ബഹുമാനത്തോടുകൂടെ ഒരാൾക്ക് കീഴ്വണങ്ങുമ്പോഴാണ് എന്ത് പറയുക? അത് ഇബാദത്താവും. അങ്ങനെ ആർക്കാണോ കീഴ്വണങ്ങുന്നത്, ഇബാദത്ത് ചെയ്യപ്പെടുന്നത്, അവനാണ് യഥാർത്ഥത്തിൽ ഇലാഹ് എന്നുള്ളത്. അപ്പൊ സ്നേഹമുണ്ടെങ്കിൽ എന്തുള്ളൂ? യഥാർത്ഥത്തിൽ ആരാധ്യമോ അവനെ സ്നേഹിക്കുമ്പോഴേ ആവുകയുള്ളൂ. വത്തഅദീമി വദ്ദുല്ലി, അതേപോലെ അങ്ങേറ്റത്തെ ബഹുമാനം, താഴ്മ, വൽ ഖുദൂഇ വത്തഅബ്ബുദി, ഇബാദത്തുകളുടെ അർപ്പണം, വിനയം പ്രകടിപ്പിക്കൽ. വൽ ഇബാദത്തു ലാ തസ്ലുഹു ഇല്ലാ ലഹു വഹദ, അങ്ങനെയുള്ളവനല്ലാതെ ഇബാദത്ത് ശരിയാവുകയില്ല. വൽ ഇബാദത്തു ഹിയ കമാലുൽ ഹുബ്ബി മഅ കമാലിൽ ഖുദൂഇ വദ്ദുല്ലി. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഈ ഇബാറത്ത് ഈ ഗ്രന്ഥത്തിന്റെ പല സ്ഥലങ്ങളിൽ പറഞ്ഞതാണ്. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അതാണ്. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ഹിയ കമാലുൽ ഹുബ്ബി, സ്നേഹത്തിന്റെ സമ്പൂർണതക്കാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. എന്തിനോട് കൂടെ ചേരുമ്പോൾ മഅ കമാലിൽ ഖുദൂഇ വദ്ദുല്ലി, അങ്ങേറ്റം താഴ്മയോടെ വിനയത്തോടെ സ്നേഹം എവിടെയാണോ കടന്നു വരുന്നത് അതിനാണെന്ന് പറയുക ഇബാദത്ത് എന്ന് പറയുക. ഇബാദത്ത് എന്ന് പറയുക. വശിർക്കു ഫീ ഹാദിഹിൽ ഉബൂദിയ്യത്തി, അങ്ങനെയുള്ള ഈ ഉബൂദിയ്യത്തിലുള്ള ശിർക്ക് എന്ന് പറയുന്നത് മിൻ അദ്ലമിൽ ദുൽമി, അക്രമങ്ങളിൽ ഏറ്റവും വലിയ അക്രമമാണ്. അല്ലദീ ലാ യഗ്ഫിറുഹുല്ലാഹ്, അതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുകയില്ല. വല്ലാഹു തആല യുഹബ്ബു ലിദാതിഹി മിൻ ജമീഇൽ വുജൂഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്നേഹിക്കപ്പെടുന്നു, അവന്റെ അസ്തിത്വത്തെ എല്ലാ അർത്ഥത്തിലും സ്നേഹിക്കപ്പെടുന്നു. വമാ സിവാഹു ഫഇന്നമാ യുഹബ്ബു തബഅൻ ലിമഹബ്ബതി, അല്ലാഹു അല്ലാത്ത വേറെ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ അല്ലാഹുവോടുള്ള മഹബ്ബത്തിന്റെ അതിനെ താബി എന്നോണം, അതിനെ പിന്തുടരുന്നതിന് എന്നോളമാണ് എന്ത് ചെയ്യുക? സ്നേഹിക്കപ്പെടുക. അസുലിയെ അടിസ്ഥാനപരമായി സ്നേഹിക്കപ്പെടുക ആർക്കാണ്? എല്ലാ അർത്ഥത്തിലും സ്നേഹിക്കപ്പെടേണ്ടത് അള്ളാഹുവിനാണ്. ബാക്കിയുള്ള സ്നേഹങ്ങൾ അള്ളാഹു സ്നേഹിക്കുന്നത് കൊണ്ട്, അവന്റെ കൽപ്പനകൾ കൊണ്ട് മാത്രമായി ഇരിക്കണം നടക്കേണ്ടത്. എന്നിട്ട് ഇമാം അവറുകൾ ഇതിനെ വിശദീകരിക്കുകയാണ്. വഖദ് ദല്ല അലാ വുജൂബി മഹബ്ബതിഹി സുബ്ഹാനഹു, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നിർബന്ധമായും സ്നേഹിച്ചിരിക്കണം എന്നുള്ളതിലേക്ക് ധാരാളക്കണക്കിന് തെളിവുകളുണ്ട്. ഒരാൾ നിർബന്ധമായും അള്ളാഹുവിനെ സ്നേഹിക്കണം എന്നുള്ളതിലേക്ക് അറിയിക്കുന്നുണ്ട് ജമീഉ കുതുബിഹിൽ മുനസ്സല, ഇറക്കപ്പെട്ടിരിക്കുന്ന എല്ലാ ഗ്രന്ഥങ്ങളും അതറിയിക്കുന്നുണ്ട്. വദഅവതു ജമീഇ റുസുലി, അള്ളാഹുവിന്റെ മുഴുവൻ മുർസലീങ്ങളും അവരുടെ ദഅവത്തും എന്താണ്? നിർബന്ധമായും അള്ളാഹുവിനെ സ്നേഹിച്ചിരിക്കണം എന്നത് പഠിപ്പിക്കാനാണ്. അതേപോലെ വഫിത്രതുഹു അല്ലതി ഫതറ ഇബാദഹു അലൈഹാ, ഏതൊരു പ്രകൃതത്തിലാണോ അള്ളാഹു അടിമകളെ സൃഷ്ടിച്ചിരിക്കുന്നത് ആ പ്രകൃതം, മനുഷ്യ പ്രകൃതവും അറിയിക്കുന്നത് നിർബന്ധമായും അള്ളാഹുവിനെ സ്നേഹിക്കണം എന്നുള്ളതിലേക്കാണ്. വമാ റക്കബ ഫീഹിം മിനൽ ഉഖൂൽ, അള്ളാഹു മനുഷ്യരിൽ വച്ചിരിക്കുന്ന, അവരുടെ ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുന്ന കാര്യങ്ങളും അതറിയിക്കുന്നുണ്ട്. അവരുടെ ബുദ്ധിയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർ അള്ളാഹുവിനെ സ്നേഹിച്ചിരിക്കും. വമാ അസ്ബഗ അലൈഹിം മിനൻ നിഅം, അതേപോലെ തന്നെ നിർബന്ധമായും അള്ളാഹുവിനെ സ്നേഹിക്കണം എന്നുള്ളതിലേക്ക് അറിയിക്കുന്നതാണ് അള്ളാഹു അവന്റെ മേൽ ചുരിഞ്ഞിരിക്കുന്ന ധാരാളക്കണക്കിന് അനുഗ്രഹങ്ങൾ. ഫഇന്നൽ ഖുലൂബ മഫ്തൂറത്തുൻ മജ്ബൂല, നിശ്ചയമായും ഹൃദയങ്ങൾ
മഫ്തൂറത്തുൻ മജ്ബൂലത്തുൻ അലാ മഹബ്ബതി മൻ അൻഅമ അലൈഹാ വഅഹ്സന ഇലൈഹാ. പൊതുവെ സാധാരണ രീതിയിൽ മനുഷ്യരുടെ ഹൃദയങ്ങൾ ആരാണോ തനിക്ക് അനുഗ്രഹം നൽകുന്നത്, തനിക്ക് നന്മകൾ ചെയ്തു തരുന്നത്, അവനോട് സ്നേഹം ഉണ്ടാവുക എന്നുള്ളത് അതിന്റെ മേലാണ് ഹൃദയങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. സ്വാഭാവികമാണ്. ഏതൊരു ഹൃദയമാണെങ്കിലും തനിക്കൊരു നന്മ ചെയ്തു തരുന്നു, ഏതെങ്കിലും ഗുണങ്ങൾ നിഅമത്തുകൾ നമുക്ക് നൽകുന്നു, അങ്ങനെയുള്ള ഒരാളോട് സ്വാഭാവികമായിട്ടും ആ ഹൃദയത്തിൽ നിന്നുണ്ടാകും, സ്നേഹമുണ്ടാകും. ഫകൈഫ ബിമൻ കാനൽ ഇഹ്സാനു മിൻ. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഒരുവനോട് സ്നേഹമുണ്ടാകാതിരിക്കുക? അവനിൽ നിന്നാണ് എല്ലാവിധ നന്മകൾ തന്നെ പൂർണ്ണമായും അവനിൽ നിന്നാണ് വരിക, നന്മ തന്നെ അവനിൽ നിന്നാണ് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള അള്ളാഹുവിനോടുള്ള സ്നേഹം എപ്രകാരമായിരിക്കണം? വമാ ബിഖൽഖിഹി ജമീഇഹിം മിൻ നിഅമത്തിൻ. അവന്റെ സൃഷ്ടികൾ മുഴുവൻ സൃഷ്ടികൾക്കും ഉള്ള എല്ലാവിധ അനുഗ്രഹങ്ങളും ഫമിൻഹു വഹദ, അത് അവനിൽ നിന്ന് മാത്രമാണ്. സൃഷ്ടികളിൽ ഏതൊരുവനും ലഭിക്കുന്ന ഏതൊരു അനുഗ്രഹങ്ങളും അത് അള്ളാഹുവിന്റേതാണ്. ലാ ശരീക ലഹു, അവനൊരു പങ്കാളികളുമില്ല. കമാ ഖാല തആല, അല്ലാഹു തആല പറഞ്ഞതുപോലെ, വമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്. നിങ്ങൾക്ക് ലഭിക്കുന്ന ഏതേത് നിഅമത്തുകളാകട്ടെ അത് അള്ളാഹുവിങ്കിൽ നിന്നാണ്. സുമ്മ ഇദാ മസ്സകുമുദ് ദുർറു ഫഇലൈഹി തജ്അറൂൻ. അങ്ങനെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രയാസങ്ങൾ ബാധിച്ചാൽ നിങ്ങൾ അവനിലേക്ക് എന്ത് ചെയ്യുന്നു? അഭയം തേടിക്കൊണ്ട് അവനോട് ദുആ ചെയ്തുകൊണ്ട് മടങ്ങുന്നു. അപ്പോ മനുഷ്യപ്രകൃതം അറിയിക്കുന്നതാണ്, മനുഷ്യന്റെ ബുദ്ധി അറിയിക്കുന്ന അള്ളാഹുവിനെ സ്നേഹിക്കണമെന്നാണ്. അതേപോലെ തന്നെ വമാ തഅറഫ ബിഹി ഇലാ ഇബാദിഹി മിൻ അസ്മാഇഹിൽ ഹുസ്ന വസിഫാതിഹിൽ ഉലാ. അള്ളാഹുവിനെ സംബന്ധിച്ച് മനുഷ്യർക്ക് അറിയാൻ, അവനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടുള്ളതായ അവന്റെ നാമങ്ങൾ, വിശിഷ്ടങ്ങളായ അള്ളാഹുവിന്റെ ഇസ്മുകൾ, അത്യുന്നതങ്ങളായ അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ, ഇതും മനുഷ്യനെ അറിയിക്കുന്നത് നിർബന്ധമായും അവനെ സ്നേഹിക്കണമെന്നുള്ളതാണ്. അള്ളാഹുവിന്റെ ഇസ്മുകൾ ആ രീതിയിൽ വിശിഷ്ടങ്ങളാണ്. അവന്റെ സിഫാത്തുകളാകട്ടെ ഏറ്റവും അത്യുന്നതങ്ങളാണ്. അവന്റെ മഗ്ഫിറത്തിനെ കുറിച്ച് അറിയുന്നവർ, അവന്റെ റഹ്മത്തിനെ കുറിച്ച് അറിയുന്നവർ, അവന്റെ ശിക്ഷയെ സംബന്ധിച്ചറിയുന്നവർ, അവന്റെ സ്നേഹത്തെ കുറിച്ച് അറിയുന്നവർ, ഇവർ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്തിരിക്കും? അള്ളാഹുവിനെ സ്നേഹിച്ചിരിക്കും. വമാ ദല്ലത അലൈഹി ആഥാറു മസ്നൂആതിഹി മിൻ കമാലിഹി വനിഹായതി ജലാലിഹി വഅദമതി. അതേപോലെ തന്നെ അള്ളാഹു നിർബന്ധമായും സ്നേഹിക്കണം എന്നുള്ളതിലേക്ക് അറിയിക്കുന്നതാണ് അവന്റെ സൃഷ്ടി പ്രപഞ്ചത്തിലുള്ളതായ അവകളുടെ ആധാറുകൾ, അടയാളങ്ങൾ. ഇത് അള്ളാഹുവിന്റെ കമാലിനെ അറിയിക്കുന്നുണ്ട്, സമ്പൂർണതയെ അറിയിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവന്റെ അവമത്തിനെ, മഹത്വത്തെയും ഗുണങ്ങളെയും എല്ലാം അറിയിക്കുന്നതാണ്. ഇതെല്ലാം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? അള്ളാഹുവിനെ സ്നേഹിക്കൽ നിർബന്ധമാണ് എന്നുള്ളതിലേക്ക് അറിയിക്കുന്ന വ്യത്യസ്തങ്ങളായ തെളിവുകളാണ്. എന്നിട്ട് ഇമാം അവറുകൾ പറയുന്നു, വൽ മഹബ്ബത്തു ലഹാ ദാഇയാൻ. ഒരാളെ എങ്ങനെയാണ് വേറൊരാളെ സ്നേഹിക്കുക? അതിന് രണ്ട് പ്രേരണ ഘടകങ്ങളുണ്ട്. സ്നേഹം ഉണ്ടാകുന്ന രണ്ട് കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. ഒന്ന് അൽ ജമാൽ, മറ്റൊന്ന് വൽ ജലാൽ. ഒന്ന് ഭംഗിയാണ്, ഭംഗിയെ മനുഷ്യർ ഇഷ്ടപ്പെടുന്നു. മറ്റൊന്ന് വൽ ജലാൽ, മഹത്വമാണ്, മഹത്വമുള്ളവരെയും ഇഷ്ടപ്പെടുന്നു. വറബ്ബു തആല ലഹുൽ കമാലുൽ മുത്ലഖു മിൻ ദാലിക്. അല്ലാഹു തആലക്കാകട്ടെ ഈ പറയുന്ന രണ്ടെണ്ണത്തിലും, സൗന്ദര്യത്തിന്റെ കാര്യത്തിലും മഹത്വത്തിന്റെ കാര്യത്തിലും നിരുപാധികം സമ്പൂർണത കൈവരിച്ചവനാണ് ആര്? അല്ലാഹു സുബ്ഹാനഹു വ തആല. ഫഇന്നഹു ജമീലു യുഹിബ്ബുൽ ജമാൽ. അവൻ ഭംഗിയുള്ളവനാണ്, ഭംഗി ഇഷ്ടപ്പെടുന്നവനാണ്. എന്നല്ല, ബലിൽ ജമാലു കുല്ലുഹു ല. മുഴുവൻ സൗന്ദര്യവും അല്ലാഹുവിനുള്ളതാണ്. വൽ ഇജ്ലാലു കുല്ലുഹു മിൻ. എല്ലാവിധ മഹത്വവും അവനിൽ നിന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഫലാ യസ്തഹിഖു അൻ യുഹബ്ബ ലിദാതിഹി മിൻ കുല്ലി വജ്ഹിൻ സിവ. എല്ലാ അർത്ഥത്തിലും ഒരു അസ്തിത്വത്തെയും സ്നേഹിക്കപ്പെടുകയില്ല അവനെയല്ലാതെ. അപ്പൊ എല്ലാ അർത്ഥത്തിലും സ്നേഹിക്കപ്പെടാൻ അർഹതയുള്ളവൻ ആര് മാത്രമേ ഉള്ളൂ? അള്ളാഹു മാത്രമേ ഉള്ളൂ. അവനാണ് ഏറ്റവും ഭംഗിയുള്ളവൻ, അവനാണ് ഏറ്റവും മഹത്വമുള്ളവൻ. അള്ളാഹു തആല പറഞ്ഞു, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. നബിയെ അവരോട് പറയുക, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരാണ് എങ്കിൽ എന്നെ നിങ്ങൾ പിൻപറ്റുക, എങ്കിൽ അള്ളാഹു നിങ്ങളെയും സ്നേഹിക്കും. വീണ്ടും അള്ളാഹു തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വാസികളെ, മൻ യർതദ്ദ മിൻകും അൻ ദീനി, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും അവന്റെ ദീനിനെ ഉപേക്ഷിച്ചുകൊണ്ട് പിന്തിരിഞ്ഞു കളയാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ,
ഫസൗഫ യഅതില്ലാഹു ബിഖൗമിൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല വേറൊരു സമൂഹത്തെ അവിടെ കൊണ്ടുവരും. എന്താണ് അവരുടെ പ്രത്യേകത? യുഹിബ്ബുഹും വയുഹിബ്ബൂന, അല്ലാഹു അവരെ സ്നേഹിക്കുന്നുണ്ട്, അവർ അല്ലാഹുവിനെയും സ്നേഹിക്കുന്നവനായിരിക്കും. ഈ സ്നേഹമാണ് അതിന്റെ അടിസ്ഥാനം. എന്നിട്ട് ആ സ്നേഹത്തിന്റെ പ്രത്യേകത എന്താണ്? ഒരാൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ, അള്ളാഹു അവനെ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ അതിന്റെ അടയാളങ്ങളാണ് ശേഷം പറയുന്നത്. അങ്ങനെയുള്ളവർ അദില്ലത്തിൻ അലൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളോട് വളരെ സൗമ്യമായി പെരുമാറുന്നവരായിരിക്കും. അവർ മുഅ്മിനീങ്ങളോട് ഇണക്കത്തിൽ സംസാരിക്കുന്നവരായിരിക്കും, പെരുമാറുന്നവരായിരിക്കും. അഇസ്സത്തിൻ അലൽ കാഫിരീൻ, കുഫാറുകളോട് കാർക്കശ നിലപാടുകൾ സ്വീകരിക്കുന്നവരായിരിക്കും ഈ പറയുന്ന വിഭാഗം. യുജാഹിദൂന ഫീ സബീലില്ലാഹ്, അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് അവരുടെ പ്രത്യേകത. വലാ യഖാഫൂന ലൗമത ലായിമിൻ, ആക്ഷേപിക്കുന്ന ഒരാളുടെയും ആക്ഷേപത്തെ അവർ എന്ത് ചെയ്യുകയില്ല, ഭയപ്പെടുകയില്ല. ദാലിക ഫദ്ലുല്ലാഹി യുതിഹി മൻ യശാ, ഇത് അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് കൊടുക്കുന്ന ഔദാര്യമാണ്, ഫദ്ലാണ്, ശ്രേഷ്ഠതയാണ്. വല്ലാഹു വാസിഉൻ അലീം, അല്ലാഹു വിശാലതയുള്ളവനും സർവ്വതും അറിയുന്നവനുമാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനു, നിശ്ചയമായും നിങ്ങളുടെ കൂട്ടാളികൾ, നിങ്ങൾ ബന്ധം പുലർത്തേണ്ടവർ അത് അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലും വിശ്വസിച്ചതായ ആളുകളുമാണ്. അല്ലദീന യുഖീമൂന സ്വലാത്ത വയുതൂന സക്കാത്ത, നമസ്കാരം നിലനിർത്തുന്ന, സക്കാത്ത് കൊടുക്കുന്ന, അവരാണ് നിങ്ങളുടെ വലിയാക്കൾ. അവരുമായിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? മൈത്രി ബന്ധത്തിൽ ഏർപ്പെടേണ്ടത്. വഹും റാക്കിഊൻ, അതുപോലെ റുക്കൂഅ ചെയ്യുന്നവർ, സക്കാത്ത് കൊടുക്കുന്നവർ, സുജൂദ് ചെയ്യുന്നവർ, നമസ്കരിക്കുന്നവർ. വമൻ യതവല്ലല്ലാഹ വറസൂലഹു വല്ലദീന ആമനു, ആരാണോ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അതേപോലെ തന്നെ വിശ്വാസികളെയും ഇങ്ങനെ കൂട്ടാളികളായി സ്വീകരിക്കുന്നവർ, അള്ളാഹുവിനെ അനുസരിക്കുകയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ പിന്തുടർന്നുകൊണ്ട് റസൂലിനെ സഹായിക്കുകയും വിശ്വാസികളുടെ കൂടെ ചേരുകയും ചെയ്തവർ, ഫഇന്ന ഹിസ്ബല്ലാഹ്, അവർ അള്ളാഹുവിന്റെ വിഭാഗമാണ്, അള്ളാഹുവിന്റെ പാർട്ടിയാണ്. ഫഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ ഗാലിബൂൻ, അങ്ങനെയുള്ള അള്ളാഹുവിന്റെ പാർട്ടിയാണ് എന്ത് ചെയ്യുക, വിജയം വരിക്കുക എന്ന് അള്ളാഹു പറയുന്നു. അപ്പോ അള്ളാഹുവിനെ സ്നേഹിക്കുന്ന, അള്ളാഹു സ്നേഹിക്കുന്ന ആളുകളുടെ വിശേഷണം പറയുകയാണ് ഇവിടെ. അപ്പൊ ഈ സ്നേഹം വളരെ അടിസ്ഥാനപരമായിട്ട് ഉണ്ടാകേണ്ടതാണ്. ഇതിന്റെ പേരിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിരിക്കുന്നത്, പ്രപഞ്ചത്തെ തന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതിനെ വിശദീകരിക്കുന്നിടത്ത് അല്ലാമ ഷെയ്ഖ് സ്വാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലാഹ് പറയുന്നുണ്ട്, ചില ആളുകൾ അവർ ഈമാനുള്ളവരോട് വെറുപ്പ് കാണിക്കും, കുഫാറുകളെ സ്നേഹിക്കുന്ന ആളുകളുണ്ട്. ഫഹാദാ ദലീലുൻ അലാ ആദമി ഈമാനി, ഈമാനില്ല എന്നുള്ളതിനുള്ള തെളിവാണത്. ഈമാൻ ശരിയായ ആളുകളാണെങ്കിൽ ഈ പറയപ്പെട്ട സ്വഭാവമുള്ളവരായിരിക്കും അവർ. ഏതുപോലെ അതുഹിബ്ബു അഅദാ അൽ ഹബീബി വതദ്ദഇ ഹുബ്ബൻ ലഹു മാ ദാക ഫീ ഇംകാനി, നീ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ, നിന്റെ ഇഷ്ടപ്പെട്ട ഒരാളുടെ ശത്രു, അവനെ സ്നേഹിക്കുന്നു, എന്നിട്ട് നീ പറയുകയാണ് അവനോട് നിനക്ക് ഇഷ്ടമുണ്ട്. നിന്റെ സ്നേഹിതൻ, ആ സ്നേഹിതന്റെ ശത്രുവായിട്ട് നിനക്ക് നല്ല ബന്ധമാണ്, എന്നിട്ട് നീ പറയുകയാണ് എന്താണ്, ഈ സ്നേഹിതനെ ഞാൻ സ്നേഹിക്കുന്നുവെന്ന്. അത് സാധ്യമായ കാര്യമല്ല. വകദാ തുആദി ജാഹിദൻ അഹ്ബാബഹു ഐനൽ മഹബ്ബത യാ അഖ ശൈത്വാനി, അതേപോലെ എന്ത് ചെയ്യുന്നു, നിന്റെ സുഹൃത്തുക്കളോട് ശത്രുത വച്ചു പുലർത്തുന്നതായ ആളുകൾ, അവരോട് നിന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളോട് നീ ശത്രുത കാണിക്കുന്നു, മുഅ്മിനീങ്ങളോട് നീ ശത്രുത കാണിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ശൈത്വാന്റെ സഹോദര, എവിടെയാണ് നിന്റെ സ്നേഹം? അപ്പൊ ഇത് സാധ്യമായ കാര്യമല്ല. ഒരാൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവനാണെങ്കിൽ അതിന്റെ പ്രതിഫലനങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, അവന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. അതിനുശേഷം ഇമാം അവറുകൾ പറയുന്നു, വൽ വലായത്തു അസ്ലുഹാ അൽ ഹുബ്ബ്, ഈ ബന്ധത്തിന്റെ, ആദർശ ബന്ധത്തിന്റെ അടിസ്ഥാനം സ്നേഹമാണ്. ഫലാ മുവാലാത ഇല്ലാ ബിഹുബ്ബിൻ, ഈ ബന്ധം സ്നേഹം കൊണ്ടല്ലാതെ നിലനിൽക്കുകയില്ല. കമാ അന്നൽ അദാവത അസ്ലുഹാ അൽ ബുഗ്ള്, ശത്രുതയുടെ അടിസ്ഥാനം കോപമാണ്, ബുഗ്ളാണ്, വെറുപ്പാണ്. വല്ലാഹു വലിയുല്ലദീന ആമനു, അല്ലാഹുവാണ് വിശ്വസിച്ചതായ ആളുകളുടെ വലിയ, അവരുടെ രക്ഷാധികാരി അല്ലാഹുവാണ്, അവരുടെ മിത്രം അല്ലാഹുവാണ്. വഹും ഔലിയാഉ, അവരാകട്ടെ അല്ലാഹുവിന്റെ ഔലിയാക്കളാണ്, മുഅ്മിനീങ്ങൾ. ഫഹും യുവാലൂനഹു ബിമഹബ്ബതിഹിം ലഹു, അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ബന്ധത്തെ ദൃഢമാക്കുന്നു അവനെ സ്നേഹിച്ചുകൊണ്ട്. വഹുവ യുവാലീഹിം ബിമഹബ്ബതിഹി ലഹും,
അള്ളാഹു അവരോടുള്ള ബന്ധത്തെ സുദൃഢമാക്കുന്നു അവരെ സ്നേഹിച്ചുകൊണ്ട്. അപ്പൊ ഈ പരസ്പരം എന്തുണ്ട്? ഇതാണ് അള്ളാഹുവും സൃഷ്ടികളുമായുള്ള കണക്ഷനിന്റെ ആ ബന്ധത്തിന്റെ അടിസ്ഥാനം ഇതാണ്. ഫല്ലാഹു യുവാലി അബ്ദഹു അൽ മുഅ്മിന ബിഹസബി മഹബ്ബതിഹി ല. അല്ലാഹു അക്ബർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമയോട് ബന്ധം വെച്ച് പുലർത്തുന്നത് എത്രത്തോളം സ്നേഹം ഇവന് അള്ളാഹുവിനോടുണ്ട് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അള്ളാഹു ഒരാളുടെ കാര്യം ഏറ്റെടുക്കുക, അവന്റെ മിത്രമായി തീരുക, അവന്റെ രക്ഷാധികാരിയാവുക, ഇവൻ എത്രത്തോളം അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ട് എന്നതിന്റെ കദറനുസരിച്ചാണ്, എന്നതിന്റെ അളവനുസരിച്ചാണ്. അതുകൊണ്ട് തന്നെ വലിഹാദ അൻകറ സുബ്ഹാനഹു അലാ മൻ ഇത്തഖദ മിൻ ദൂനിഹി ഔലിയാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന് പുറമെ വേറെ വലിയകളെ സ്വീകരിച്ച ആളുകളോട് അള്ളാഹുവിന്റെ എതിർപ്പറിയിച്ചിട്ടുണ്ട്. അവരെ അള്ളാഹു എതിർത്തിട്ടുണ്ട്. അള്ളാഹുവിനെ കൂടാതെ വേറെ വലിയകളെ സ്വീകരിച്ചവർ, വേറെ രക്ഷാധികാരികളെ സ്വീകരിച്ചവർ, അവരെ അള്ളാഹു ചെയ്തിട്ടുണ്ട്, എതിർത്തിട്ടുണ്ട്. ബിഖിലാഫി മൻ വാലാ ഔലിയാഹു. ഏതിന് വിരുദ്ധമായിട്ട്? അള്ളാഹുവിന്റെ ഔലിയാക്കളെ അവരോട് ബന്ധം വച്ചവരെ കൂടാതെ. അതുകൊണ്ട് കുഴപ്പമില്ല. അള്ളാഹു സ്നേഹിച്ചവരെ ഒരാൾ സ്നേഹിക്കുന്നു, അവരെ മിത്രങ്ങളാക്കുന്നു, അത് കുഴപ്പമില്ല. നേരെ മറിച്ച് അള്ളാഹുവിനെ കൂടാതെ അവനെതിരിൽ എന്ത് ചെയ്യുന്നു? അവന്റെ ശത്രുക്കളെ കൂട്ടുപിടിച്ച ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ അള്ളാഹു എന്ത് ചെയ്യുന്നുണ്ട്? എതിർക്കുന്നുണ്ട്. ഫഇന്നഹു ലം യത്തഖിദ്ഹും മിൻ ദൂനി. ഒരാൾ അള്ളാഹുവിന്റെ ഔലിയാക്കളുമായിട്ട് കൂട്ടുകൂടിയാൽ അത് അള്ളാഹുവിനെ കൂടാതെ വേറെ ആളുകൾ സ്വീകരിക്കലല്ല. ബൽ മുവാലാത്തുഹു ലഹും മിൻ തമാമി മുവാലാത്തിഹി. അള്ളാഹുവിന്റെ ഔലിയാക്കളുമായിട്ടുള്ള ഒരാളുടെ സ്നേഹബന്ധം അത് അള്ളാഹുമായുള്ള സ്നേഹബന്ധത്തിന്റെ പരിപൂർണതയാണ്. അള്ളാഹുവിന് അവരെ ഇഷ്ടമാണ്, അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഞങ്ങൾ അവരെ ഇഷ്ടപ്പെടുന്നു. അള്ളാഹു മലായിക്കത്തിനെ സ്നേഹിക്കുന്നു, ഞങ്ങൾ അവരെ സ്നേഹിക്കുന്നു. അള്ളാഹു മുർസലീങ്ങളെ അമ്പിയാക്കളെ സ്നേഹിക്കുന്നു, ഞങ്ങൾ സ്നേഹിക്കുന്നു. അള്ളാഹു സഹാബികളെ സ്നേഹിക്കുന്നു, തൃപ്തിപ്പെടുന്നു, ഞങ്ങൾ എന്ത് ചെയ്യുന്നു? അവരെ സ്നേഹിക്കുന്നു. അള്ളാഹു അവന്റെ വലിയകളെ സ്നേഹിക്കുന്നു, ഞങ്ങളും സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. അതേപോലെ വഖദ് അൻകറ അലാ മൻ സവ്വാ ബൈനഹു വ ബൈന ഗൈരിഹി ഫിൽ മഹബ്ബ. സ്നേഹത്തിന്റെ കാര്യത്തിൽ അള്ളാഹുവിനെയും അവന്റെ അടിമയെയും തുല്യതപ്പെടുത്തിയ ആളുകൾ, അവരെയും അള്ളാഹു എന്ത് ചെയ്യുന്നുണ്ട്? എതിർക്കുന്നുണ്ട്, ഇൻകാർ ചെയ്യുന്നുണ്ട്. മാത്രമല്ല വഅഖ്ബറ അന്ന മൻ ഫഅല ദാലിക ഫഖദ് ഇത്തഖദ മിൻ ദൂനിഹി അൻദാദൻ. ആരെങ്കിലും അപ്രകാരം ചെയ്താൽ അവർ അള്ളാഹുവിന് പുറമെ സമന്മാരെ സ്വീകരിച്ചു എന്നാണ് അള്ളാഹു പറഞ്ഞത്. യുഹിബ്ബുഹും കഹുബ്ബില്ലാ. എന്നിട്ട് അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ എന്ത് ചെയ്യുന്നു? അവരെ സ്നേഹിക്കുന്നു. വളരെയധികം ഗുരുതരമായ കാര്യമാണ്. അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ അതേപോലെ എന്ത് ചെയ്യുക? വേറൊരാളെ സ്നേഹിക്കുക. സ്നേഹത്തിന്റെ കാര്യത്തിൽ അള്ളാഹുവിനെയും അവന്റെ അടിമയെയും എന്ത് ചെയ്യുക? ഒരേപോലെയാക്കുക. ഇത് അള്ളാഹു എതിർത്ത കാര്യമാണ്. അങ്ങനെ അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ വേറൊരാളെ സ്നേഹിച്ചാൽ അത് അള്ളാഹുവിന് പകരക്കാരനെ ഉണ്ടാക്കലായി, നിദ്ദുകളെ ഉണ്ടാക്കലായി. വല്ലദീന ആമനു അഷദ്ദു ഹുബ്ബല്ലില്ല. എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ അതിശക്തമായി സ്നേഹിക്കുന്നത് ആരെയായിരിക്കും? അള്ളാഹുവിനെയായിരിക്കും. അള്ളാഹുവിന് അപ്പുറത്ത് വേറൊരാൾ എന്ത് ചെയ്യൂല? സ്നേഹിക്കൂല. അപ്പൊ അള്ളാഹുവിനെ പോലെ തന്നെ വേറൊരാളെ സ്നേഹിച്ചാൽ അത് തന്നെ ശിർക്കാണ് എന്നുള്ള പറയുകയാണ്. അപ്പോ അള്ളാഹുവിനേക്കാൾ അധികമായി വേറൊരാളെ സ്നേഹിച്ചാലുള്ള അവസ്ഥ അത്ര ഗുരുതരമാണ്. അള്ളാഹുവിന് കൊടുക്കേണ്ട പരിഗണനയേക്കാൾ കൂടുതൽ എന്ത് ചെയ്യുന്നു? മറ്റുള്ളവർ കൊടുക്കുന്നു. സ്നേഹത്തിന്റെ കാര്യത്തിൽ അള്ളാഹുവിനെയും അതേപോലെ തന്നെ ഈ പറയുന്ന പകരക്കാരെയും സമന്മാരാക്കിയ ആളുകളെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നുണ്ട്, അന്നഹും യഖൂലൂന ഫിന്നാരി ലിമഅബൂദിഹിം. നരകത്തിലേക്ക് എറിയപ്പെടുമ്പോൾ ഇവർ ആരെയാണോ ആ രീതിയിൽ സ്നേഹിച്ചത് അവരുടെ ആരാധ്യരായ അവരോട് ഇവർ പറയും, തല്ലാഹി ഇൻ കുന്നാ ലഫീ ളലാലിൻ മുബീൻ. അള്ളാഹുവാണ് സത്യം, ഞങ്ങൾ വ്യക്തമായ വഴികേടിലായിരുന്നു. ഇദ് നുസവ്വീകും ബിറബ്ബിൽ ആലമീൻ. റബ്ബുൽ ആലമീനായ അള്ളാഹുവിനോട് ഞങ്ങൾ നിങ്ങളെ സമന്മാരാക്കിയപ്പോൾ. അപ്പോ അള്ളാഹുവിനെ പോലെ ഞങ്ങൾ നിങ്ങളെ സ്നേഹിച്ചപ്പോൾ ഞങ്ങൾ യഥാർത്ഥത്തിൽ എന്തായിരുന്നു? വഴികേടിലായിരുന്നു എന്ന് ഇവരുടെ മഅബൂദീങ്ങളെ തള്ളിക്കൊണ്ടെന്ത് ചെയ്യും? അവർ പറയും. എന്നിട്ട് ഇമാമുകൾ പറയുന്നു, വബിഹാദ തൗഹീദ് ഫിൽ ഹുബ്ബി അർസലല്ലാഹു സുബ്ഹാനഹു ജമീഅർ റുസുലി. ഈ സ്നേഹത്തിന്റെ കാര്യത്തിലുള്ള തൗഹീദ് പഠിപ്പിക്കാൻ അതിന് ആണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഴുവൻ മുർസലീങ്ങളെയും നിയോഗിച്ചത്. വഅൻസല ജമീഅ കുതുബി. അല്ലാഹുവിന്റെ മുഴുവൻ ഗ്രന്ഥങ്ങളും ഇറക്കിയതിനു വേണ്ടിയിട്ടാണ്.
വഅത്ബഖത് അലൈഹി ദഅവതു ജമീഇർ റുസുലി മിൻ അവ്വലിഹിം ഇലാ ആഖിരിഹിം. മുഴുവൻ മുർസലീങ്ങളുടെയും ദഅവത്ത് ആദ്യം മുതൽ അവസാനം വരെയും ഈ വിഷയത്തിൽ ഒറ്റക്കെട്ടാണ്. എല്ലാ മുർസലീങ്ങളും ആദ്യാവസാനം അവരുടെ ദഅവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒറ്റക്കെട്ടായ ഒരു പറയുന്ന ഇതാണ്, ഈ സ്നേഹം അള്ളാഹുവിന് മാത്രം കൊടുക്കുക എന്നുള്ളതാണ്. വലിഅജ്ലിഹി ഖുലിഖത്തിസ് സമാവാതു വൽ അർദ് വൽ ജന്നത്തു വന്നാർ. ആകാശഭൂമികളും സ്വർഗ്ഗനരകങ്ങളും സൃഷ്ടിക്കപ്പെട്ടത് ഇതിനു വേണ്ടിയിട്ടാണ്. ഫജഅലൽ ജന്നത ലിഅഹ്ലി. അങ്ങനെ സ്വർഗ്ഗം അതിന്റെ ആളുകൾക്ക് അള്ളാഹു നിശ്ചയിച്ചു. വന്നാറ ലിൽ മുശ്രിക്കീന ബിഹി ഫീ. ഈ സ്നേഹത്തിന്റെ കാര്യത്തിൽ അള്ളാഹുവിനോട് പങ്കുചേർത്ത ആളുകൾക്ക് നരകവും അള്ളാഹു എന്ത് ചെയ്തു? നിശ്ചയിച്ചു. വഖദ് അഖ്സമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യം ചെയ്തു പറഞ്ഞു, അന്നഹു ലാ യുഅ്മിനു അബ്ദുൻ. ഒരു മനുഷ്യനും ഒരടിമയും യഥാർത്ഥ വിശ്വാസിയാവുകയില്ല. ഹത്താ യകൂന ഹുവ അഹബ്ബ ഇലൈഹി മിൻ വലദിഹി വവാലിദിഹി വന്നാസി അജ്മഈൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരിക്കണം അവന്റെ മാതാപിതാക്കളെക്കാൾ, അവന്റെ മക്കളെക്കാൾ, മുഴുവൻ ജനങ്ങളെക്കാളും അവൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് റസൂലാകണം. അങ്ങനെ ആകുന്നത് വരെയും ഒരാളും യഥാർത്ഥ മുഅ്മിനാവുകയില്ല എന്ന് ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഫകൈഫ ബിമഹബ്ബത്തി റബ്ബി ജല്ല ജലാലുഹു. അപ്പോ എങ്ങനെയാണ് റബ്ബ് ജല്ല ജലാലുഹുവിനോടുള്ള സ്നേഹത്തിന്റെ കാര്യം എത്രയാണ് ഉണ്ടാകേണ്ടത്? ഒരാൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സകലതിനേക്കാളും കൂടുതൽ സ്നേഹിച്ചാലേ എന്താവും? മുഅ്മിനാവും. അപ്പൊ എങ്ങനെയാണ് ആ റസൂലിനെ നിയോഗിച്ച അള്ളാഹുവിനോടുള്ളതായ സ്നേഹം ഒരാൾക്കുണ്ടാകേണ്ടത്? വഖാല ലി ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സകലതിനേക്കാളും സ്നേഹിച്ചു, സ്വന്തം നഫ്സിനെ ഒഴികെ എന്ന് പറഞ്ഞപ്പോ നബി പറഞ്ഞു, ലാ, അതല്ല, ഹത്താ അകൂന അഹബ്ബ ഇലൈക മിൻ നഫ്സിക്. നിന്റെ നഫ്സിനേക്കാളും ചെയ്യണം, ഞാനായിരിക്കണം നിനക്ക് ഏറ്റവും പ്രിയങ്കരൻ, എങ്കിൽ മാത്രമേ ഈമാൻ പൂർണ്ണമാവുകയുള്ളൂ. ഐ ലാ തുഅ്മിനു ഹത്താ തസ്ല മഹബ്ബതുക ഇലാ ഹാദിഹിൽ ഗായ. ആ ഒരു അറ്റത്തിലേക്ക്, ലക്ഷ്യത്തിലേക്ക്, പരിധിയിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ നീ വിശ്വാസിയാവുകയുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വഇദാ കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഔലാ ബിനാ മിൻ അൻഫുസിനാ ഫിൽ മഹബ്ബത്തി വലവാസിമിഹ. സ്നേഹത്തിന്റെ കാര്യത്തിലും അതിന്റെ താല്പര്യങ്ങളുടെ കാര്യത്തിലും സ്നേഹം ഉണ്ടെങ്കിൽ അനിവാര്യമായിട്ടും എന്താണ് ഉണ്ടാവുക? അതാണ് അതിന്റെ ലവാസിമുകൾ. ഇവകളുടെ കാര്യത്തിലും ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരിക്കണം നമ്മുടെ നഫ്സിനേക്കാൾ കൂടുതൽ അർഹപ്പെട്ടത്. നമ്മുടെ നഫ്സിനെ നാം സ്നേഹിക്കുന്നതിനേക്കാൾ അധികം സ്നേഹിക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അപ്പൊ ഈ സ്നേഹം കൊടുക്കുന്ന കാര്യത്തിലും ആ സ്നേഹത്തിന്റെ അനിവാര്യ താല്പര്യങ്ങളായിട്ട് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഏറ്റവും നമ്മുടെ നഫ്സിന് കൊടുക്കുന്നതിനേക്കാൾ കൊടുക്കേണ്ടത് ആർക്കാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്. എങ്കിൽ അഫലൈസ റബ്ബു ഔലാ ബിമഹബ്ബതിഹി വഇബാദതിഹി മിൻ അൻഫുസിഹിം. എങ്കിൽ പിന്നെ റബ്ബ് സുബ്ഹാനഹു വ തആലയല്ലേ ഇവന്റെ സ്നേഹത്തിനും ഇവന്റെ ഇബാദത്തിനും ഏറ്റവും കൂടുതൽ അർഹനായവൻ അല്ലാഹു അല്ലേ? ഇവ നമ്മുടെ നഫ്സുകളെക്കാൾ, മനുഷ്യരുടെ നഫ്സുകളെക്കാൾ, അവർക്ക് ഇബാദത്ത് ചെയ്യുന്നത്, സൃഷ്ടികൾക്ക് ഇബാദത്ത് ചെയ്യുന്നതിനേക്കാൾ, അവരെ സ്നേഹിക്കുന്നതിനേക്കാൾ ഏറ്റവും അർഹനായവൻ ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അവന്റെ മഹത്വം വളരെയധികം വണ്ണമേറിയതാണ്. അവന്റെ അസ്മാഅകൾ പരിശുദ്ധങ്ങളാണ്, അവന്റെ പേരുകൾ പരിശുദ്ധങ്ങളാണ്, അനുഗ്രഹീതമാണ്. അവനല്ലാതെ ഒരു ഇലാഹുമില്ല. അപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ ജീവനേക്കാൾ, ശരീരത്തെക്കാൾ പ്രിയങ്കരമാകണമെങ്കിൽ ആ റസൂലിനെ അയച്ച അള്ളാഹുവാണ് ഏറ്റവും അധികം എന്ത് ചെയ്യേണ്ടത്? സ്നേഹിക്കപ്പെടേണ്ടത്. എന്നിട്ട് ഇമാം അവർ പറയുന്നു, വകുല്ലു മാ മിൻഹു ഇലാ അബ്ദിഹി അൽ മുഅ്മിനി യദ്ഉ ഇലാ മഹബ്ബതിഹി. ഒരു അടിമക്ക് അള്ളാഹുവിങ്കിൽ നിന്ന് ലഭിക്കുന്ന സകലതും അത് അള്ളാഹുവിലേക്ക്, അള്ളാഹുവിനെ അവൻ സ്നേഹിക്കണം എന്നതിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരടിമയ്ക്ക് എന്ത് അവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നുവോ അതെല്ലാം തന്നെ അവനെ വിളിക്കുന്നത്, അവനോട് പറയുന്നത് നീ എന്ത് ചെയ്യണം? അള്ളാഹുവിനെ സ്നേഹിക്കണം എന്നുള്ളതാണ്. മിമ്മ യുഹിബ്ബുൽ അബ്ദു വയക്റ. ആ സംഭവിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ മനുഷ്യന് ഇഷ്ടമുള്ള കാര്യമാകാം, അല്ലെങ്കിൽ വെറുക്കുന്ന കാര്യമാകാം. എന്താകട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഏതൊരു കാര്യം നടക്കുന്നുണ്ടോ ആ കാര്യത്തെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ മനസ്സിലാവുക എന്താണ്? അത് എന്തുകൊണ്ടും അള്ളാഹുവിനെ സ്നേഹിക്കുന്നതിലേക്ക് നമ്മെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രേരിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഫഅതാഉഹു വമൻഉ. അള്ളാഹു നമുക്ക് എന്തെങ്കിലും നൽകി, എന്നാൽ
നാം അള്ളാഹുവിനെ സ്നേഹിക്കേണ്ടതുണ്ട്. അള്ളാഹു നമുക്ക് ഒരു കാര്യം നൽകിയില്ല, തടഞ്ഞു വെച്ചു, അതിനും സ്നേഹം അള്ളാഹുവിന് കൊടുക്കേണ്ടതുണ്ട്. അള്ളാഹു നമുക്ക് നൽകുന്ന സൗഖ്യം, പരീക്ഷണങ്ങൾ, അവൻ പിടിച്ചുവെക്കുന്നത്, അവൻ വിശാലമായി നൽകുന്നത്, അവൻ നീതിപൂർവകം വിധി നടത്തുന്നത്, അല്ലെങ്കിൽ ഉദാരതയോടെ നമുക്ക് വിട്ടു നൽകുന്നത്, അവൻ ജീവനുകൾ എടുക്കുന്നത്, മരിപ്പിക്കുന്നത്, അവന്റെ ഉദാരത, അവന്റെ നന്മ, വറഹ്മത്തുഹു വഇഹ്സാനുഹു അവന്റെ കാരുണ്യം, അവൻ ചെയ്യുന്ന ഗുണങ്ങൾ, വസത്റുഹു വഅഫുഹു അവൻ പല കാര്യങ്ങളും മറച്ചുവെക്കുന്നത്, വിട്ടുവീഴ്ച നൽകുന്നത്, വഹിൽമുഹു വസബ്റുഹു അലാ അബ്ദി ഒരടിമയുടെ മേൽ അവൻ കാണിക്കുന്ന വിവേകം, ക്ഷമ, ഇതെല്ലാം തന്നെ. വഇജാബത്തുഹു ലിദുആഇ അവന്റെ ദുആഇന് അല്ലാഹു ഉത്തരം നൽകുന്നത്, വകശ്ഫു കർബിഹി അവന്റെ പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുക്കുന്നത്, വഇഗാസത്തു ലഹ്ഫതിഹി അട്ടഹസിച്ച് കരയുന്ന ആളുകളെ സഹായിക്കുന്നത്, വതഫ്രീജു ഖുർബതിഹി പ്രയാസങ്ങൾ നീക്കി കൊടുക്കുന്നത്, മിൻ ഗൈരി ഹാജത്തിൻ മിൻഹു ഇലൈ ഇതൊന്നും ചെയ്യേണ്ട ഇതിലേക്ക് ആവശ്യക്കാരനല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇതൊന്നും അല്ലാഹു നിർബന്ധപൂർവ്വം ചെയ്യുന്നതാണോ? ഇത് ചെയ്യുന്നത് മുഖേന അല്ലാഹുവിന് എന്തെങ്കിലും നേട്ടമുണ്ടോ? ഇല്ല. അവൻ അതിലേക്ക് ആവശ്യക്കാരനല്ല, എന്നിട്ടും അവൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് ചെയ്യുന്നുണ്ട്. എന്നാൽ ബൽ മഅ ഗിനാഹു താമ്മി അൻഹു മിൻ ജമീഇൽ വുജൂഹ് എല്ലാ അർത്ഥത്തിലും ഈ പറയുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം അല്ലാഹു ധന്യനാണ്, അല്ലാഹുവിന് അതിൽ ആവശ്യമില്ലാത്തവനാണ്. മാത്രമല്ല കുല്ലു ദാലിക ദാഇൻ ലിൽ ഖുലൂബി ഇലാ തഅല്ലുഹിഹി വ മഹബ്ബതി ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഒരു ഹൃദയത്തെ അല്ലാഹുവിനെ ആരാധിക്കുവാനും അവനെ സ്നേഹിക്കുവാനും പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഘടകമാണ്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഒരു ഹൃദയത്തോട് പറയുന്നത് നീ എന്ത് ചെയ്യണം? അള്ളാഹുവിനെ ആരാധിക്കണം, അവനെ സ്നേഹിക്കണം എന്ന് പറയുന്നതാണ്. അത്ഭുതം അതല്ല. ബൽ തംകീനുഹു അബ്ദഹു മിൻ മാസിയതി ഒരു അടിമക്ക് അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കാനുള്ളതായ സൗകര്യം ചെയ്തു കൊടുക്കുന്നവൻ ആരാണ്? അള്ളാഹുവാണ്. വതംകീനുഹു അബ്ദഹു മിൻ മാസിയതി ഒരടിമക്ക് സൗകര്യം ചെയ്തു കൊടുക്കൽ, മിൻ മാസിയതി അള്ളാഹുവിനെ ധിക്കരിക്കാൻ, വഇആനതുഹു അലൈഹ അതിനുള്ളതായ സഹായം ചെയ്തു കൊടുക്കൽ, വസത്റുഹു ഹത്താ യഖ്ളിയ വതറഹു മിൻഹാ അങ്ങനെ അവൻ അവന്റെ ആവശ്യം പൂർത്തീകരിക്കുന്നു. അള്ളാഹുവിനോട് ധിക്കാരം കാണിക്കുന്നതിനാൽ അത് അള്ളാഹു മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വെക്കുന്നു. ഇത് അള്ളാഹു ചെയ്യുന്നതാണ്. വഖലാഅതുഹു വഹിറാസതുഹു ലഹു ഈ കാര്യങ്ങളിലെല്ലാം അള്ളാഹുവിന്റെ സംരക്ഷണം, അള്ളാഹുവിന്റെ കാവലുണ്ടാകുന്നു. അവൻ അവന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുകയാണ് അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട്. ഇതിലെല്ലാം അള്ളാഹുവിന്റെ സംരക്ഷണമുണ്ട്. അള്ളാഹു അത് മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ സഹായം കൂടാതെ ഒരു അനക്കവും അനങ്ങാൻ എന്ത് ചെയ്യുന്നില്ല, ഒരു മനുഷ്യൻ സാധിക്കുന്നില്ല. ഇതെല്ലാം അള്ളാഹു ചെയ്യുന്നതാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഈ തെറ്റുകളുടെ കാര്യത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇവനക്ക് സഹായം, ഇവൻ അള്ളാഹുവിനോട് സഹായം ചോദിക്കുന്നുണ്ട്. മിൻ അഖ്വദ്ദവാ ഇലാ മഹബ്ബതി ഇതെല്ലാം അള്ളാഹുവിനെ സ്നേഹിക്കണം എന്നുള്ളതിലേക്ക് അറിയിക്കുന്ന അതിശക്തങ്ങളായ പ്രേരകങ്ങളാണ്. മാത്രമല്ല ഫലൗ അന്ന മഖ്ലൂഖൻ ഫഅല ബി മഖ്ലൂഖിൻ അദ്നാ ശൈഇൻ മിൻ ദാലിക് ഒരു സൃഷ്ടി വേറൊരു സൃഷ്ടിയോട് ഈ പറയുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും ചെറിയ ഒരു കാര്യം ചെയ്തു കൊടുത്താൽ, ഏറ്റവും താഴെയുള്ള ഒരു ഉപകാരം ചെയ്തു, അള്ളാഹു ചെയ്തു കൊടുക്കുന്ന ഉപകാരങ്ങൾ അത് നമുക്ക് എണ്ണിയ തീരില്ലാത്തതാണ്. പക്ഷെ ഏതെങ്കിലും ഒരു ചെറിയ ഒരു ഉപകാരം ഒരു മഖ്ലൂക്ക് വേറൊരു മഖ്ലൂക്കിന് ചെയ്തു കൊടുത്തു, ലം യംലിക് ഖൽബഹു അൻ മഹബ്ബതി എന്നാൽ അവനെ സ്നേഹിക്കാതിരിക്കാൻ അവന്റെ ഹൃദയത്തിന് സാധിക്കൂല. അവനെ സ്നേഹിക്കാതെ അവന്റെ ഹൃദയത്തെ പിടിച്ചു വെക്കാൻ എന്ത് ചെയ്യൂല, സാധിക്കൂല. സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? ആ മഖ്ലൂക്കിനെ അവനെ സ്നേഹിച്ചിരിക്കും. അള്ളാഹു ഈ പറയുന്ന സകലതും നമുക്ക് ചെയ്തു തന്നിട്ടും എന്ത് ചെയ്യുന്നില്ല, അള്ളാഹുവിനെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. ഏതെങ്കിലും ഒരു മഖ്ലൂക്ക് ഈ പറയുന്ന ഉപകാരങ്ങളുടെ ഏതെങ്കിലും ചെറിയൊരു അംശം നമുക്ക് ചെയ്തു തന്നാൽ അവനെ സ്നേഹിക്കാതിരിക്കാൻ പോലും നമുക്ക് എന്ത് ചെയ്യില്ല, അത് ഹൃദയം നിയന്ത്രിക്കാൻ സാധിക്കുകയില്ല. ഫകൈഫ ലാ യുഹിബ്ബുൽ അബ്ദു ബികുല്ലി ഖൽബിഹി വജവാരി പിന്നെ എന്തുകൊണ്ടാണ് അവന്റെ ഹൃദയം പൂർണ്ണമായി കൊണ്ട്, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണമായ അവന്റെ അവയവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവൻ ലാ യുഹിബ്ബുൽ അബ്ദു മൻ യുഹ്സിനു ഇലൈഹി അല ദവാമി ബിഅദദിൽ അൻഫാസ് ശ്വാസോച്ഛ്വാസത്തിന്റെ എണ്ണത്തോളം നിത്യമായി കൊണ്ട് ഓരോ ശ്വാസം വിടുമ്പോഴും അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു നമുക്ക് ധാരാളം നന്മകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്രയധികം നന്മകൾ ചെയ്യുന്നതായ അള്ളാഹുവിനെ
എങ്ങനെ സ്നേഹിക്കാതിരിക്കുന്നു? മായിസാത്തി, അവനോട് തിന്മ ചെയ്യുന്നതിനോടുകൂടെ. ഈ നന്മകളെല്ലാം അള്ളാഹു നമുക്ക് ചെയ്തു തരുന്നു, തിരിച്ച് നമ്മൾ ചെയ്യുന്നത് എന്താണ്? ധിക്കാരങ്ങളാണ്. അതിനും അള്ളാഹു എന്ത് ചെയ്യുന്നു? നമ്മൾ ശിക്ഷിക്കുന്നില്ല, പെട്ടെന്ന് കഠിനമായ ശിക്ഷ വരുന്നില്ല. അങ്ങനെയുള്ള അള്ളാഹുവിനെ സ്നേഹിക്കാതിരിക്കാൻ എന്ത് കാരണമാണുള്ളത് എന്ന് ചോദിക്കുകയാണ്. ഫഖൈറുഹു ഇലൈഹി നാസിലുൻ, അള്ളാഹുവിന്റെ നന്മ അവനിലേക്ക് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. വശർറുഹു ഇലൈഹി സായിദ്, ഇവന്റെ തിന്മകളാകട്ടെ അവനിലേക്ക് എന്ത് ചെയ്യുന്നു? കയറി. അള്ളാഹു അവിടെ നിന്ന് ഇങ്ങനെ നന്മകൾ ചൊരിയുന്നു, ഇവനാകട്ടെ പകരം നന്മ ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യുന്നു? ധിക്കാരങ്ങള്, തിന്മകള്, പാപങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. യതഹബ്ബബു ഇലൈഹി ബിനിഅമിഹി വഹുവ ഗനിയ്യുൻ അൻ, ഈ സമയത്തും അള്ളാഹു അവനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു അവരോട് വളരെ സ്നേഹത്തിൽ പെരുമാറിക്കൊണ്ടിരിക്കുന്നു. വഹുവ ഗനിയ്യുൻ അൻ, അള്ളാഹുവിന് അതിന് വേണ്ടതില്ല, അവനതിലേക്ക് ആവശ്യക്കാരനല്ല, അവനതിനെ തൊട്ട് ധന്യനാണ്. ഇവനെ സ്നേഹിച്ചില്ല എന്നുള്ളത് കൊണ്ട് അള്ളാഹുവിന് എന്തെങ്കിലും ഛേദമുണ്ടോ? ഒന്നുമില്ല. എന്നാലും അള്ളാഹു എന്ത് ചെയ്യുന്നു? അവൻ നന്മ ചെയ്യുന്നു, ഇവൻ തിരിച്ച് തിന്മ ചെയ്യുന്നു. അങ്ങോട്ട് തിന്മകളാണ് ഇവന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. എന്നിട്ടും അള്ളാഹുവിനോട് സ്നേഹത്തിൽ പെരുമാറുന്നു. വൽ അബ്ദു യതബഗ്ഗദു ഇലൈഹി ബിൽ മആസി വഹുവ ഫഖീറുൻ ഇലൈഹി, എന്നാൽ ഈ അടിമയാകട്ടെ ഇവൻ അള്ളാഹുവിനോട് വെറുപ്പോടെ പെരുമാറുന്നു, തിന്മകൾ ചെയ്തുകൊണ്ട്. അള്ളാഹുവിനോട് സ്നേഹത്തിൽ പെരുമാറുന്നു, ഇവൻ അങ്ങോട്ട് വെറുപ്പാണ് പ്രകടിപ്പിക്കുന്നത്. എങ്ങനെ? തിന്മകൾ ചെയ്തുകൊണ്ട്. ഇവനാകട്ടെ വഹുവ ഫഖീറുൻ ഇലൈഹി, ഇവനാകട്ടെ അള്ളാഹുവിലേക്ക് ആവശ്യക്കാരനാണ്. ഇവന് സ്വയമായി ഒരു നിലനിൽപ്പുമില്ല, ഇവന്റെ ഓരോ നിമിഷങ്ങളും അള്ളാഹുവിലേക്ക് ആവശ്യം ഉള്ളവനാണ്. എന്നിട്ട് ഇവരെന്ത് ചെയ്യുന്നു? അള്ളാഹുവിനോട് വെറുപ്പോടെ പെരുമാറുന്നു. ഫലാ ഇഹ്സാനുഹു വബിർറുഹു വഇൻആമുഹു ഇലൈഹി യസുദ്ദുഹു അൻ മാസിയതിഹി, അള്ളാഹു ഇവന് ചെയ്തു കൊടുക്കുന്ന ഗുണങ്ങൾ, നന്മകൾ, അനുഗ്രഹങ്ങൾ, ഇതൊന്നും തിന്മ ചെയ്യുന്നതിനെ തൊട്ട് ഇവനക്ക് തടസ്സമാകുന്നില്ല. എത്രയോ അനുഗ്രഹങ്ങൾ ഇവന്റെ മുന്നിലുണ്ട്. പക്ഷേ അങ്ങനെയുള്ള ഒരു മനുഷ്യനാണെങ്കിൽ അവൻ ചെയ്യോ? ഒരു മനുഷ്യൻ എന്ത് ചെയ്യുന്നു? ചെറിയൊരു ഉപകാരം ചെയ്യുന്നു. അങ്ങനെ ചെയ്യുന്ന ഒരു മനുഷ്യനോട് ഇവന് നേരെ അവനെ എതിർത്ത് ചെയ്യാൻ സാധിക്കുമോ? സാധിക്കൂല. പക്ഷെ ഓരോ നിമിഷങ്ങളും അള്ളാഹു എന്ത് ചെയ്യുന്നു? അനുഗ്രഹങ്ങൾ പെയ്തിറങ്ങുകയാണ് അള്ളാഹുവിന്റെ. അതിനോടുകൂടെ തന്നെ ഇവൻ ഈ അനുഗ്രഹങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുമ്പോഴും അവനെ മാസിയത്ത് ചെയ്യാതിരിക്കുന്നതിനെ തൊട്ട് ഇവനക്ക് തടസ്സമാകുന്നില്ല. അത് ഇവൻ തിരിച്ചെന്ത് ചെയ്യുന്നു? മാസിയത്താണ് ചെയ്യുന്നത്. വലാ മാസിയത്തുൽ അബ്ദി വലുമുഹു യഖ്തഉ ഇഹ്സാന റബ്ബിഹി അൻ, എന്ന് മാത്രമല്ല ഇവൻ ചെയ്യുന്ന ഈ പാപങ്ങൾ, ഇവന്റെ ഈ നീചമായ സ്വഭാവം, അത് അള്ളാഹു ഇവനക്ക് നന്മ ചെയ്യുന്നതിന് ഒരു തടസ്സവുമാകുന്നില്ല. ഇവൻ എങ്ങനെ എത്ര പാപം ചെയ്താലും, എത്ര ഗുരുതരമായ തെറ്റുകളിൽ ഏർപ്പെട്ടാലും അള്ളാഹു വീണ്ടും ഇവനെന്ത് ചെയ്യാണ്? നന്മകൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതാണ് മുറിഞ്ഞു പോകുന്നില്ല അള്ളാഹുവിന്റെ നന്മ. ഇങ്ങനെയുള്ള ഒരാളോടുള്ള സ്നേഹത്തിൽ നിന്ന് പിന്മാറുക എന്നുള്ളതാണ് നീചകൃത്യങ്ങളിൽ ഏറ്റവും വലിയ നീചകൃത്യം. അവൻ നമുക്ക് നിരന്തരം നന്മകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, നാം ആകട്ടെ തിരിച്ചെന്ത് ചെയ്യുന്നു? തിന്മകളിൽ ഏർപ്പെടുന്നു. എന്നിട്ടും അവൻ നമ്മെ സ്നേഹിക്കുന്നു, നാം എന്ത് ചെയ്യുന്നു? അങ്ങോട്ട് വെറുപ്പോടെ പ്രകടിപ്പിക്കും. ഇങ്ങനെ അവനെ സ്നേഹിക്കാതിരിക്കുക എന്നുള്ളതാണ് നീചകൃത്യങ്ങളിൽ ഏറ്റവും നീചകൃത്യം. എന്നിട്ട് അവനല്ലാത്തവരുമായിട്ട് എന്ത് ചെയ്യുന്നു? മഹബത്തിൽ ഏർപ്പെടുന്നു, സ്നേഹബന്ധത്തിൽ ഏർപ്പെടുന്നു. ഇതാണ് ഒരു മനുഷ്യൻ ചെയ്യുന്ന നീചകൃത്യങ്ങളിൽ, മ്ലേച്ഛകൃത്യങ്ങളിൽ ഏറ്റവും മ്ലേച്ഛമായത്. എന്നിട്ട് വീണ്ടും ഇമാം പറയുന്നു, വഅയ്ളൻ ഫകുല്ലു മൻ തുഹിബ്ബുഹു മിനൽ ഖൽഖി, സൃഷ്ടികളിൽ നിന്ന് ഫകുല്ലു മൻ തുഹിബ്ബുഹു മിനൽ ഖൽഖ്, വളരെ പ്രധാനപ്പെട്ട ഒരു യാഥാർത്ഥ്യം പറയുകയാണ്. സൃഷ്ടികളിൽ നിന്ന് ഏതൊരുവനെ നീ സ്നേഹിച്ചാലും, നീ ഒരു മനുഷ്യനെ സ്നേഹിക്കുന്നുണ്ട്, ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ഒരു പുരുഷനെ, ഔ യുഹിബ്ബുക, അല്ലെങ്കിൽ അവൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്, ഇത് ഇന്നമാ യുരീദുക ലിനഫ്സിഹി വഗറദിഹി മിൻക, അവൻ നിന്നെ സ്നേഹിച്ചാൽ യഥാർത്ഥത്തിൽ അവൻ എന്ത് ചെയ്യുന്നുണ്ട്? നിന്നിൽ നിന്ന് എന്തെങ്കിലും നേട്ടങ്ങൾ കൈവരിക്കാനുണ്ട്. ഇതല്ലാതെ ആരും ആരെയും എന്ത് ചെയ്യുന്നില്ല? സ്നേഹിക്കുന്നില്ല. സൃഷ്ടികളിൽ ആരെങ്കിലും നീ അങ്ങോട്ട് സ്നേഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? എന്തെങ്കിലും സംതിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇന്നമാ യുരീദുക, അവൻ നിന്നെ ലക്ഷ്യം വെക്കുന്നത് ലിനഫ്സിഹി, അവന് വേണ്ടിയിട്ടാണ്.
വഗറദിഹി മിൻക, നിന്നിൽ നിന്ന് എന്തോ നേട്ടങ്ങൾ നേടാനാണ്. വല്ലാഹു സുബ്ഹാനഹു വതആല യുരീദുക ലക, എന്നാൽ അല്ലാഹു നിന്നെ ലക്ഷ്യം വെക്കുന്നത് എന്തിനാണ്? നിനക്ക് വേണ്ടിയിട്ടാണ്. അല്ലാഹു നിന്നെ ഇഷ്ടപ്പെടുന്നത് നിനക്ക് വേണ്ടിയിട്ടാണ്. കമാ ഫിൽ അസറിൽ ഇലാഹി, ഇലാഹിയായ ഒരു അസറിൽ ഉള്ളതുപോലെ, അബ്ദി അല്ലയോ അടിമയെ, കുല്ലുൻ യുരീദുക ലിനഫ്സിഹി, എല്ലാവരും നിന്നെ ആഗ്രഹിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടാണ്. വഅന ഉരീദുക ലക, ഞാൻ നിന്നെ ആഗ്രഹിക്കുന്നു നിനക്ക് വേണ്ടിയിട്ടാണ്. ഫകൈഫ ലാ യസ്തഹി അൽ അബ്ദു, അപ്പൊ എന്തുകൊണ്ട് ഒരു മനുഷ്യന്, ഒരു അടിമ ലജ്ജിക്കുന്നില്ല? അൻ യകൂന റബ്ബുഹു ലഹു ബിഹാദിഹിൽ മൻസില, അവന്റെ റബ്ബ് ഈ ഒരു സ്ഥാനത്ത്, ഈ രീതിയിൽ അവനെ സ്നേഹിക്കുമ്പോൾ, ഇവന് നന്മകൾ ചെയ്യുമ്പോൾ, ഇവൻ തിരിച്ച് അങ്ങനെ അനുസരണക്കേട് കാണിക്കുന്നവനാകാൻ എന്തുകൊണ്ട് ലജ്ജയില്ല ഇവന്? വഹുവ മുഅരിദുൻ, ഇവനാകട്ടെ അല്ലാഹു തിരിഞ്ഞളയുകയാണ്. മശ്ഗൂലുൻ ബിഹുബ്ബി ഗൈരി, വേറെ പല ആളുകളെയും സ്നേഹിക്കുന്നതിൽ വ്യാപൃതനായിരിക്കുകയാണ്. ഖദ് ഇസ്തഗറക ഖൽബുഹു ബിമഹബ്ബത്തി സിവാ, അവരല്ലാത്തവരോടുള്ള സ്നേഹത്തിൽ ഇവന്റെ ഹൃദയം ചെയ്തിരിക്കുന്നു, മുഴുകിയിരിക്കുന്നു. ഇതിന് മനുഷ്യന് ലജ്ജയില്ലേ എന്ന് ഇമാം അവറുകൾ ചോദിക്കുകയാണ്. അതിനുശേഷം വീണ്ടും പറയുന്നു, വഅയ്ളൻ, വീണ്ടും, ഫകുല്ലു മൻ തുആമിലുഹു മിനൽ ഖൽഖ്, സൃഷ്ടികളിൽ നിന്ന് നീ ആരുമായി ഇടപാടുകൾ നടത്തുന്നുണ്ടെങ്കിലും, ഇൻ ലം യർബഹ് അലൈക ലം യുആമിൽക, അവർ നീയുമായി ഒരു കരാറിൽ ഏർപ്പെടുമ്പോൾ, ഒരു ഇടപാട് നടത്തുമ്പോൾ നിന്നിൽ നിന്ന് ഒരു ലാഭവും അവന് കിട്ടുന്നില്ല എങ്കിൽ അവനെന്ത് ചെയ്യൂല? അതിനെക്കുകയില്ല. നീയുമായിട്ട് ആരെങ്കിലും എന്തെങ്കിലും ഇടപാട് നടത്തുന്നുണ്ട്, ആ ഇടപാട് നടത്തുമ്പോൾ അവനെന്തെങ്കിലും കിട്ടണം. അവനൊരു ലാഭവും ഇല്ലെങ്കിൽ എന്ത് ചെയ്യുന്നില്ല? അവനത് നടത്തുകയില്ല. വലാ ബുദ്ദ ലഹു മിൻ നൗഇൻ മിൻ അൻവാഇർ റിബ്ഹ്, ഏതെങ്കിലും ഒരു ഇനത്തിൽപ്പെട്ട ലാഭം അവൻ എന്ത് ചെയ്യുന്നുണ്ടാകും? പ്രതീക്ഷിക്കുന്നുണ്ടാകും. വറബ്ബു തആല ഇന്നമാ യുആമിലുക ലിതർബഹ അൻത അലൈഹി, അല്ലാഹു നീയുമായിട്ട് ഇടപാട് നടത്തുന്നതിനാണ്, നിനക്ക് ലാഭം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആദമർ റിബ്ഹി വഅല, ഏറ്റവും മഹത്തായ ലാഭം, ഏറ്റവും ഉന്നതമായ ലാഭം. അതുകൊണ്ടാണ് ഫദ്ദിർഹമു ബിഅശറതി അംസാലിഹി ഇലാ 700 ളഅഫിൻ, നീ ഒരു ദിർഹം കൊടുക്കുകയാണ് അല്ലാഹുവിന്റെ മാർഗത്തിൽ, അത് 10 മുതൽ 700 ഇരട്ടി വരെ, ഇലാ ദഅഫിൻ കസീറ, എണ്ണിയാൽ ഒടുങ്ങാത്ത ധാരാളം ഇരട്ടിയായിട്ട് എന്ത് ചെയ്യുന്നു? അല്ലാഹു നിനക്ക് ലാഭം തരികയാണ്. വസയ്യഅതു ബിവാഹിദത്തിൻ, നീ ഒരു തിന്മ ചെയ്താൽ ഒന്നായിട്ട് എന്ത് ചെയ്യുന്നുള്ളൂ? അല്ലാഹു പരിഗണിക്കുന്നുള്ളൂ. വഹിയ അസ്റഉ ഷൈഇൻ മഹവ, മാത്രമല്ല അത് വേഗതയിൽ എന്ത് ചെയ്യാനും സാധിക്കും? മായ്ച്ചു കളയാനും സാധിക്കും. നീ നന്മ ചെയ്താൽ അത് മാഞ്ഞു പോകും, തൗബ ചെയ്താൽ അല്ലാഹു എന്ത് ചെയ്യും? അത് മായ്ച്ചു കളയും. വഅയ്ദൻ ഹുവ സുബ്ഹാനഹു ഖലഖക ലിനഫ്സി, വീണ്ടും മാമറുകൾ പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ സൃഷ്ടിച്ചത് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വഖലഖ കുല്ല ഷൈഇൻ ലക ഫിദ് ദുനിയ വൽ ആഖിറ, എന്നാൽ ദുനിയാവിലും ആഖിറത്തിലും സകല വസ്തുക്കളെയും അല്ലാഹു സൃഷ്ടിച്ചതിന് വേണ്ടിയിട്ടാണ്, നിനക്ക് വേണ്ടിയിട്ടാണ്, നിനക്ക് ഉപകാരം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഫമൻ ഔലാ മിൻഹു ബിസ്തിഫറാഗിൽ വുസ്ഇ ഫീ മഹബ്ബതി, അപ്പോ അവനെ അല്ലാതെ വേറെ ആർക്കാണ് നിന്റെ സ്നേഹത്തിന് അർഹതയുള്ളത്? അവനെ അല്ലാതെ വേറെ ആരെയാണ് നീ സ്നേഹിക്കേണ്ടത്? വബദ്ലിൽ ജുഹ്ദി ഫീ മർളാതി, വേറെ ആരുടെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് നീ നിന്റെ സമയം ചെലവഴിക്കേണ്ടത്, നിന്റെ ജുഹുദുകൾ, പരിശ്രമങ്ങൾ നീ ചെലവഴിക്കേണ്ടത് എന്ന് ചോദിക്കുകയാണ്. വീണ്ടും പറയുന്നു, വഅയ്ളൻ ഫമതാലിബുക ബൽ മതാലിബുൽ ഖൽഖി കുല്ലിഹിം ജമീഅൻ, നിന്റെ ഏത് തേട്ടങ്ങളുണ്ടെങ്കിലും, നിനക്ക് എന്താവശ്യമുണ്ടോ, നിന്റേതെന്നല്ല മുഴുവൻ സൃഷ്ടികളുടെയും സകല ആവശ്യങ്ങളും, അത് മുഴുവനും ലദൈ, അല്ലാഹുവിന്റെ അടുക്കലാണ്. വഹുവ അജ്വദുൽ അജ്വദീൻ, ഉദാരരിൽ ഏറ്റവും ഉദാരത കാണിക്കുന്നവനാണ് അവൻ. അക്രമുൽ അക്രമീൻ, ഉദാരത കാണിക്കുന്നവരിൽ, കറമ് കാണിക്കുന്നവരിൽ ഏറ്റവും അക്രമാണവൻ. ആതാ അബ്ദഹു ഖബല അൻ യസ്അലഹു ഫൗക മാ യുഅമ്മിലു, ഒരു അടിമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ചോദിക്കുന്നതിന് മുമ്പേ എന്ത് ചെയ്യുന്നു? കൊടുക്കുന്നു. നമ്മൾ ചോദിക്കാതെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? അല്ലാഹു ധാരാളം അനുഗ്രഹങ്ങൾ നാം പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് എന്ത് ചെയ്യുന്നുണ്ട്? അല്ലാഹു നൽകുന്നുണ്ട്. യഷ്കുറുൽ ഖലീല മിനൽ അമലി വയുനമ്മിഹി, ചെറിയ ഒരു അമല് ചെയ്യുമ്പോഴത്തേക്കും അല്ലാഹു എന്ത് ചെയ്യുന്നു? അതിന് ശുക്രെന്നോണം അതിനെ വളർത്തുകയും അതിനെ പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നു, ധാരാളം ഇരട്ടിയായി പ്രതിഫലം നൽകുന്നു. വയഗ്ഫിറുൽ കസീറ മിനൽ സലലി വയംഹു, ധാരാളം പിഴവുകളെ അല്ലാഹു എന്ത് ചെയ്യുന്നു? പുറത്തു തരുന്നു, മാപ്പാക്കി കളയുന്നു. യസ്അലുഹു മൻ ഫിസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളവർ അവനോട് ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്. കുല്ല യൗമിൻ ഹുവ ഫീ ഷഅൻ, ഓരോ ദിവസവും അവൻ അവിടെയാണ്, വ്യാപൃതനാണ് അവർക്ക് മറുപടി കൊടുക്കുന്നതിൽ.
ലാ യശ്ഗലുഹു സംഉൻ അൻ സംഇൻ. ഒരു കേൾവിയെ തൊട്ട് ഒരു കേൾവി വേറൊരു കേൾവിയെ തൊട്ട് എന്ത് ചെയ്യുന്നില്ല, ശുഗലാക്കുന്നില്ല. സമയോ? അപ്പൊ ഒരാളെ കേൾക്കുന്നത് വേറൊരാളെ കേൾക്കുന്നതിനെ തൊട്ട് അള്ളാഹുവിനെ വ്യാപൃതനാക്കുന്നില്ല. ആര് വിളിച്ചാലും അള്ളാഹു കേൾക്കുന്നു. വലാ യുഗല്ലിതുഹു കസറത്തുൽ മസായിൽ. ധാരാളം ആവശ്യങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ വരുമ്പോൾ അത് പിഴവ് സംഭവിപ്പിക്കുന്നില്ല. ഏത് ആവശ്യങ്ങൾ ചോദിക്കുമ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, അള്ളാഹു കേട്ട് ഉത്തരം നൽകുന്നുണ്ട്. വലാ യതബറമു ബിഇൽഹാഹിൽ മുൽഹീൻ. നിരന്തരം താണുകയാണ് അള്ളാഹുവിനോട് ചോദിക്കുന്ന ആളുകളുടെ ഇൽഹാ കൊണ്ട് അള്ളാഹുവിന് പതർച്ച വരുന്നില്ല. ആളുകൾ നിരന്തരം അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നതിനാണ് ഇൽഹാ എന്ന് പറയുന്നത്. ബൽ യുഹിബ്ബുൽ മുൽഹീന ഫി ദുആ. ദുആയിൽ അങ്ങനെ ഇൽഹാ ചെയ്യുന്നവരെ അള്ളാഹുവിന് ഇഷ്ടമാണ്. നിരന്തരം ചോദിച്ചു കൊണ്ടിരിക്കുന്നതിന് അള്ളാഹു ഇഷ്ടപ്പെടുന്നു. വയുഹിബ്ബു അൻ യുസ്അൽ. ചോദിക്കപ്പെടുന്നതിന് അവൻ ഇഷ്ടപ്പെടുന്നു. വയഗ്ദബു ഇദാ ലം യുസ്അൽ. ചോദിച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, അള്ളാഹു അവരോട് കോപിക്കുന്നു. യസ്തഹി മിൻ അബ്ദിഹി ഹൈഥു ലാ യസ്തഹി അൽ അബ്ദു മിൻ. അബ്ദിനെ ഓർത്ത്, അടിമയെ ഓർത്ത് അള്ളാഹു ലജ്ജിക്കുന്നു. പക്ഷെ ഈ അടിമക്ക് എന്തില്ല, അള്ളാഹുവിനോട് ഒരു ലജ്ജയുമില്ല. ഇവന്റെ നഫ്സിനോട് തന്നെ ലജ്ജയില്ല. വയസ്തുറുഹു ഹൈഥു ലാ യസ്തുറു നഫ്സഹു. അള്ളാഹു എന്ത് ചെയ്യുന്നു, ഇവന്റെ ന്യൂനതകളും പോരായ്മകളും മറച്ചു വെക്കുന്നു. പക്ഷെ അവന്റെ നഫ്സിൽ എന്ത് ചെയ്യുന്നില്ല, പോരായ്മകൾ അവൻ തന്നെ മറച്ചു വെക്കുന്നില്ല. വയർഹമുഹു ഹൈഥു ലാ യർഹമു നഫ്സു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് ധാരാളം കാരുണ്യം ചെയ്യുന്നു. അവനാകട്ടെ, അവന്റെ നഫ്സാകട്ടെ ഒരു കാരുണ്യവും എന്ത് ചെയ്യുന്നില്ല, അവനോട് കാണിക്കുന്നില്ല. ദആഹു ബിനിഅമിഹി വ ഇഹ്സാനിഹി വ ആയാദിഹി ഇലാ കറാമതിഹി വ റിദ്വാനി. അള്ളാഹു അവന്റെ അനുഗ്രഹം കൊണ്ട്, അവന്റെ നന്മ കൊണ്ട്, സഹായങ്ങൾ കൊണ്ട് അവന്റെ അനുഗ്രഹങ്ങളിലേക്ക്, അവന്റെ തൃപ്തിയിലേക്ക് അവനെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവൻ എന്ത് ചെയ്യുന്നില്ല, കൂട്ടാക്കുന്നില്ല. അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകാൻ അവൻ സന്നദ്ധനല്ല. ഫഅർസല റുസുലഹു ഫീ ത്വലബി. അപ്പൊ അവനെ തേടിക്കൊണ്ട് അള്ളാഹു അവന്റെ മുർസലീങ്ങളെ നിയോഗിച്ചു. അവനെ ക്ഷണിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു എന്ത് ചെയ്തു, അമ്പിയാക്കളെ മുർസലീങ്ങളെ നിയോഗിച്ചു. വബഅസ ഇലൈഹിം മഅഹു അഹ്ദ. അള്ളാഹു അവരുടെ കൂടെ കിതാബുകൾ അയച്ചു. സുമ്മ നസല ഇലൈഹി സുബ്ഹാനഹു നഫ്സു. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ ഇറങ്ങി വന്നു ഒന്നാം ആകാശത്തേക്ക്. വഖാൽ, എന്നിട്ട് പറഞ്ഞു, മൻ യസ്അലുനി ഫഉഅതിയ. ആരാണ് എന്നോട് ചോദിക്കാനുള്ളത്, ഞാൻ അവന് കൊടുക്കും. മൻ യസ്തഗ്ഫിറുനി ഫഅഗ്ഫിറു ല. ആരാണ് എന്നോട് പാപമോചനം തേടാനുള്ളവൻ, ഞാൻ അവന് പുറത്തു കൊടുക്കും എന്ന് അള്ളാഹു എന്ത് ചെയ്യുന്നു, ഒന്നാം ആകാശത്തേക്ക് നേരിട്ട് ഇറങ്ങി വന്ന് എന്ത് ചെയ്യുന്നു, അവനോട് ചോദിക്കുന്നു. അദ്ഉക ലിൽ വസ്ലി തഅബ. ബന്ധം ചേർക്കാൻ അള്ളാഹു നിന്നെ ക്ഷണിക്കുകയാണ്, പക്ഷെ നീ എന്ത് ചെയ്യുന്നു, നിരസിക്കുകയാണ്. അബ്അസു റസൂലി ഫി ത്വലബി. നിന്നെ തേടിക്കൊണ്ട് ഞാൻ എന്റെ ദൂതനെ വിട്ടു. അൻസിലു ഇലൈക ബിനഫ്സി. ഞാൻ തന്നെ എന്ത് ചെയ്തു, നിന്നിലേക്ക് ഇറങ്ങി വന്നു. അൽഖാക ഫിന്നൗബി. വളരെ അടിയന്തര ഘട്ടങ്ങളിൽ ഞാൻ നിന്നെ എന്ത് ചെയ്യുന്നു, സഹായിച്ചുകൊണ്ട് നിന്റെ സഹായത്തിനെത്തുന്നു. പക്ഷെ വകൈഫ ലാ തുഹിബ്ബുൽ ഖുലൂബു മൻ ലാ യഅതി ബിൽ ഹസനാതി ഇല്ലഹു. പിന്നെ എന്തുകൊണ്ടാണ് ഹൃദയങ്ങൾ അള്ളാഹുവിനെ, ഈ രീതിയിൽ നന്മകൾ കൊണ്ടുവരുന്നവനെ സ്നേഹിക്കാത്തത്? അവനല്ലാതെ നന്മകൾ കൊണ്ടുവരുന്നില്ല. എന്നിട്ട് എന്തുകൊണ്ട് അവർക്ക് സ്നേഹിക്കാൻ സാധിക്കുന്നില്ല? വലാ യദ്ഹബു ബിസ്സയ്യിആതി ഇല്ലഹു. തിന്മകളെ, പ്രയാസങ്ങളെ അവരിൽ നിന്ന് നീക്കുന്നവനും അവൻ മാത്രമാണ്. അങ്ങനെയുള്ളവൻ എന്തുകൊണ്ട് സ്നേഹിക്കുന്നില്ല? വലാ യുജീബു ദഅവാത്. ദുആകളെ കേൾക്കുന്നവൻ അവനല്ലാതെ ഇല്ല. വയുഖീലുൽ അസറാത്ത്. തെറ്റുകൾ ചെയ്യുമ്പോൾ ക്ഷമ കാണിക്കുന്നവൻ അല്ലാഹു അല്ലാതെ ഇല്ല. വയഗ്ഫിറുൽ ഖതീആത്ത്. പാപങ്ങൾ പൊറുക്കുന്നവൻ അവനല്ലാതെ ഇല്ല. വയസ്തുറുൽ ഔറാത്ത്. ന്യൂനതകളെ, പാപങ്ങളെ അവൻ മൂടിവെക്കുന്നു. വയക്ഷിഫുൽ കുർബാത്ത്. പ്രയാസങ്ങളെ ദൂരീകരിക്കുന്നു. വയുഗീസുൽ ലഹഫാത്ത്. നിലവിളിക്കുന്ന ആളുകളെ സഹായിക്കുന്നു. വയുനീലു തലബാത്തി സിവ. അവനല്ലാതെ മറ്റാരാണ് ആവശ്യങ്ങൾ നേടിക്കൊടുക്കുന്നവൻ? അപ്പോ ഇങ്ങനെയുള്ളതായ അള്ളാഹുവിനെ എങ്ങനെയാണ് വെറുക്കാൻ ഒരാൾക്ക് സാധിക്കുക, സ്നേഹിക്കാതിരിക്കാൻ ഒരാൾക്ക് സാധിക്കുന്നത് എങ്ങനെയാണ്? ഫഹുവ അഹഖു മൻ ദുകിർ. എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കാൻ ഏറ്റവും അർഹൻ അള്ളാഹുവാണ്. വഅഹഖു മൻ ശുകിർ. നന്ദി രേഖപ്പെടുത്താൻ ഏറ്റവും അർഹൻ അള്ളാഹുവാണ്. വഅഹഖു മൻ ഉബീദ്. ഇബാദത്ത് ചെയ്യപ്പെടാൻ ഏറ്റവും അർഹൻ അള്ളാഹുവാണ്. വഅഹഖു മൻ ഹുമീദ്. സ്തുതിഗീതങ്ങൾ പാടിക്കൊണ്ടിരിക്കാൻ, സ്തുതികൾ അർപ്പിക്കാൻ അർഹൻ അള്ളാഹുവാണ്. വഅൻസറു മൻ ബുതുഗിയ. ആഗ്രഹം വച്ച് പുലർത്തപ്പെടുന്നവരിൽ ആരോടാണോ ആഗ്രഹം വച്ച് പുലർത്തുന്നത് അവരിൽ ഏറ്റവും സഹായം ചെയ്യുന്നവൻ അള്ളാഹുവാണ്. വഅർഅഫു മൻ മലക്. ആധിപത്യമുള്ളവരിൽ
ഏറ്റവും കാരുണ്യം കാണിക്കുന്നവൻ അവനാണ്. വഅജ്വദു മൻ സുഇൽ, ചോദിക്കപ്പെടുന്നവരിൽ ഉദാരത കാണിക്കുന്നവൻ അള്ളാഹുവാണ് ഏറ്റവും നല്ല രീതിയിൽ. വഔസഉ മൻ ആത, നൽകുന്നവരിൽ ഏറ്റവും വിശാലത കാണിക്കുന്നവനും അള്ളാഹുവാണ്. വഅർഹമു മൻ ഉസ്തുർഹം, കാരുണ്യം പ്രതീക്ഷിക്കപ്പെടുന്നവരിൽ ഏറ്റവും കാരുണ്യം ചൊരിയുന്നവൻ ആരാണ്? അള്ളാഹുവാണ്. വഅക്രമു മൻ ഖുസിദ്, ലക്ഷ്യം വെക്കപ്പെടുന്നവരിൽ ഏറ്റവും മാന്യനായവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. എന്നിട്ടും അള്ളാഹുവിനോട് സ്നേഹം പുലർത്താതെ അവനോട് ധിക്കാരം കാണിക്കാൻ മനുഷ്യൻ എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ് മുസന്നിഫ് ചോദിക്കുന്നത്. ശേഷവും ഈ വിഷയത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, വളരെ ദീർഘമായി മുസന്നിഫ് റഹ്മത്തുള്ളാഹി സംസാരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ നമുക്ക് സംസാരിക്കാം. അള്ളാഹു കാര്യങ്ങൾ യഥാവിധം പഠിച്ചു മനസ്സിലാക്കി അമൽ ചെയ്യാൻ നല്ല തൗഫീഖ് നൽകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.